Good afternoon. ഞാൻ ഗവൺമെൻറ് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃത്താല പാലക്കാട് ജില്ലയിലെ ബോട്ടണി അധ്യാപികയാണ്. പേര് ഗീതാറാണി. അധ്യാപക ലോകം പരീക്ഷാ സഹായത്തിന് വേണ്ടി +2 കുട്ടികൾക്കുള്ള പരീക്ഷാ സഹായത്തിന് വേണ്ടി നടത്തുന്ന ബോട്ടണി പരീക്ഷ, നമ്മളിനി റീസെൻ്റായിട്ട് വരാൻ പോകുന്നത് ബയോളജിയുടെ പരീക്ഷയാണ്. അപ്പോൾ അതിലെ ബോട്ടണി പാർട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിന്നിവിടെ ഉള്ളത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പരീക്ഷാ സംബന്ധമായ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. കഴിവതും അത് വിശദീകരിച്ച് തരാൻ ശ്രമിക്കാം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ചരിത്രം എന്തെങ്കിലും ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളതിൻ്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളതാണ് സത്യം. +2 പരീക്ഷ മാറ്റിവെച്ച അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ നടത്താതെ മാറ്റിവെച്ച ആദ്യത്തെ ഒരു വർഷമാണിത്. അപ്പോൾ അതിൽ 60 ദിവസത്തോളം നമ്മളൊരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലിരുന്നു. അവിടെ നിന്നാണ് ഇനി പരീക്ഷ 26-ാം തീയതി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2 പരീക്ഷകളാണ് സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി എഴുതാനുള്ളത്. രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഒന്ന് ബയോളജിയും മറ്റൊന്ന് മാത്തമാറ്റിക്സും. അപ്പോൾ ഈ ബയോളജി പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് ബയോളജിയുടെ ബോട്ടണി എന്നും സുവോളജി എന്നും 2 പാർട്ടുകളായിട്ടാണ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എന്ന് നിങ്ങൾക്കറിയാം. 1-ാം വർഷ പരീക്ഷ എഴുതിയവരാണ്, നിങ്ങളോട് ഇനി അത് പറയേണ്ട കാര്യമില്ല. എന്നാലും പരീക്ഷയുടെ ഒരു പേടിയിൽ, അത് കാരണം കുറച്ച് ദിവസമായിട്ട് പരീക്ഷ മാറ്റിവെച്ചു, അതിൻ്റെയൊക്കെ ടെൻഷനിലായിരിക്കുന്ന നിങ്ങളോട് ഒന്നുകൂടെ പരീക്ഷയുടെ രീതിയെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് തന്നെ തുടങ്ങാം. വളരെ ബാക്കി പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാണ് ബയോളജി പരീക്ഷ. കാരണം ഒരു ചോദ്യ പേപ്പറിൽ 2 ഉത്തരക്കടലാസിൽ എഴുതേണ്ട ചോദ്യങ്ങൾ വരുന്ന ഒരു ചോദ്യ പേപ്പർ ഉള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ബോട്ടണി 30 മാർക്കിനും രണ്ടാമത്തെ പാർട്ട് സുവോളജി 30 മാർക്കിനും വരുന്നതാണ്. 2 ഉത്തരക്കടലാസുകളിലായിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ 1-ാമത്തെ ഭാഗം ബോട്ടണി വരുന്ന 30 മാർക്കിൻ്റെ ചോദ്യത്തിന് വരുന്ന ചോദ്യപേപ്പറിൻ്റെ ആ ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ്റെ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുകയാണെങ്കിൽ 1, 2, 3 മാർക്കുകൾ, നമ്മുടെ ഏറ്റവും കൂടിയ മാർക്ക് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മാക്സിമം മാർക്കായിട്ട് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നിങ്ങൾ മോഡൽ പരീക്ഷകളും മറ്റു പരീക്ഷകളും ഒക്കെ എഴുതിയിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം 3 മാർക്കിനുള്ള ചോദ്യം പോലും ഒരു എസ്സേ ടൈപ്പ് ചോദ്യമായിട്ട് വരാറില്ല. മിക്കവാറും സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാറുണ്ട്. ഇനി 1 മാർക്കിനുള്ള ചോദ്യം മുതൽ ആദ്യത്തെ 3 മാർക്ക് 1 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ, പിന്നീട് 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഇതിലെല്ലാം തന്നെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ പരീക്ഷ എഴുതാനുള്ള വളരെ സൗകര്യപ്രദമായൊരു ചോദ്യ പേപ്പറാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് തവണ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് പരീക്ഷകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, ഇതിനിടയിൽ ഒരുപാട് ഓൺലൈൻ ടെസ്റ്റുകളും മറ്റുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിലൂടെയൊക്കെ പാഠഭാഗത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും ഇതിനകം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ പരീക്ഷയെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എല്ലാ ചോദ്യഭാഗങ്ങൾക്കും മൾട്ടിപ്പിൾ ചോയ്സ്, അതായത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് പോലും ഓപ്ഷൻ വരുന്ന ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് കടന്നു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ചെയ്യാം. സംശയങ്ങൾ മാക്സിമം നമുക്ക് ദൂരീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഓരോ ചാപ്റ്ററുകളിലൂടെ കടന്നു പോവാം. 1-ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. നമ്മുടെ ചോദ്യ പേപ്പറിൽ 30 മാർക്കിൽ 2 മാർക്കിൻ്റെ ചോദ്യം മാത്രമാണ്. സ്കീം അനുസരിച്ച് 2 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ 1-ാമത്തെ പാഠത്തിൽ നിന്നുണ്ടാകാറുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, എങ്കിലും ഒരിക്കലും 3 മാർക്കിൻ്റെ ചോദ്യം ഈ പാഠത്തിൽ നിന്നുണ്ടാകാറില്ല. ഒന്നുകിൽ 1 മാർക്കിൻ്റെ 2 ചോദ്യമോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ 1 ചോദ്യമോ ഒക്കെ ആവും ഈ പാഠത്തിൽ നിന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ഓരോ ചാപ്റ്ററിനുമുള്ള മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ മാർക്ക് സ്കീമിൽ എത്ര മാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചായിരിക്കണം ആ പാഠഭാഗങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ നോക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം, അതൊരു വളരെ ചെറിയ ചാപ്റ്ററാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലൈഫ് സ്പാൻ
ആദ്യത്തെ ഒരു ചോദ്യം സാധാരണ ചോദ്യ പേപ്പറുകളിൽ നമ്മൾ ആ ഭാഗം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചോദ്യ പേപ്പറിൽ വന്നൊരു ചോദ്യവുമാണ് അത്. ആ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു ഡയഗ്രാം ബേസ് ചെയ്തിട്ടാണ് കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ചില ജീവികളുടെ ലൈഫ് സ്പാൻ കൊടുക്കാതെ ചില ജീവികളുടെ ലൈഫ് സ്പാൻ കൊടുത്ത ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിനെ ആധാരപ്പെടുത്തി ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൽ പുസ്തകത്തിൽ ലൈഫ് സ്പാൻ കൊടുത്തിട്ടുള്ള ജീവികളുടെ പേരും ഇയർ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ മാത്രം എത്രയെന്ന് ചോദിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡയഗ്രാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്ന് നോക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതിലാദ്യം അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പാർട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ ലോവർ ഓർഗാനിസത്തിൽ കാണുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, അതിനെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ. ഒരു സിംഗിൾ പാരന്റ് മാത്രമുള്ള ഒരേപോലുള്ള ക്ലോൺസ് ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നിങ്ങൾക്കറിയാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസോ ഡയഗ്രാം തന്നിട്ട് ആ ഡയഗ്രത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ജീവിയുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതെന്ന് എഴുതാനോ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, NCERTയുടെ പുസ്തകത്തിനകത്തുള്ള എല്ലാ ഡയഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡയഗ്രാം ബേസ് ചെയ്ത് വേണമെങ്കിലും ബയോളജിക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ ഈ വർഷം പുതിയ എഡിഷനിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിൽ വന്ന് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ ആ ഭാഗത്തുണ്ട്. ഒന്ന് അമീബയിൽ കാണുന്ന എൻസിസ്റ്റേഷൻ, മറ്റൊന്ന് സ്പോറുലേഷൻ. ഈ 2 ടേംസും ബേസ് ചെയ്ത് അമീബ അൺഫേവറബിൾ കണ്ടീഷൻസിനെ ടൈഡ് ഓവർ ചെയ്യാനായിട്ട് അതിനൊരു 3 ലെയർ കോട്ട് ഉണ്ടാക്കി റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം, ദാറ്റ് ഇസ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനയും, ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് തിരിച്ച് സ്പോർസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പോർഷൻ പുതുതായിട്ട് ടെക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായതുകൊണ്ട് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളിലൊന്നും ഒരുപക്ഷെ നിങ്ങൾ ആ ചോദ്യം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്ത ഭാഗം അതിൽ പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. സെയിം ആണ്, പ്ലാന്റ്സിൽ വരുന്ന കായിക ഭാഗങ്ങൾ ഉപയോഗിച്ച് ചെടികൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് ഫിഗേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് ഏതാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് എഴുതാനോ ഒക്കെ ആയിരിക്കാം ചോദ്യങ്ങൾ. 2 മാർക്കിൽ കവിയാത്ത ചോദ്യം ആയതുകൊണ്ട് തന്നെ ആ പോർഷനിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ അവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലും ജിഞ്ചറിൻ്റെയോ അല്ലെങ്കിൽ അഗേവിൻ്റെയോ ഒക്കെ പിക്ചേഴ്സ് തന്നിട്ട്, വാട്ടർ ഹൈസിന്ത്, ഇതൊക്കെ പിക്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാന്. അത് കഴിയുമ്പോൾ അടുത്ത വീണ്ടും ഹൈഡ്രയിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ പറയുന്നുണ്ട്. മുറിഞ്ഞു പോയിട്ട് പുതിയ ഭാഗം ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ്. അതും പുതുതായി ടെക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ, ഹൈഡ്രയാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദെൻ പിന്നെ ബനാന, കുറേ എക്സാമ്പിൾസ്, പൊട്ടാറ്റോ, വാട്ടർ ഹൈസിന്ത്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് വെച്ചിട്ട് അവരുടെ എല്ലാം അസെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നിങ്ങൾ വളരെ വിശദമായിട്ട് നോക്കി വെക്കുക. ഇനി വരുന്നത് നെക്സ്റ്റ് പാർട്ട് ഗോസ് ടു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആ പാർട്ടിൽ വരുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ 3 സ്റ്റേജസ് ആയിട്ട് അവിടെ തിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ആ ലൈഫ് സ്പാൻ, ഒരു ജീവിയുടെ ലൈഫ് സ്പാനിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു 3 ഘട്ടങ്ങളായിട്ട് പറയാം. ജുവനൈൽ ഘട്ടമെന്നും റീപ്രൊഡക്റ്റീവ് ഘട്ടമെന്നും പിന്നെ ഒരു സെനസൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജിലേക്ക്. ഇപ്പം ജുവനൈൽ ഫേസ് എന്താണെന്ന്, അപ്പം ജുവനൈൽ ഫേസിന് ആനിമൽസിൻ്റെ കേസിൽ ജുവനൈൽ എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സിൻ്റെ കേസ് ആകുമ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയാറുള്ളത്. ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് എന്ന് 3ആയിട്ട്, അതായത് ലൈഫ് ടൈം എത്രമാത്രം 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ താഴെയോ ജീവിക്കുന്ന ജീവികളെ ആനുവൽസ് എന്ന് പറയുമ്പോൾ 2 വർഷം കൊണ്ട് ജീവിതഘട്ടം പൂർത്തിയാക്കുന്ന പ്ലാന്റ്സ് ബൈനിയൽസ് ആണെന്നും അതിന് മുകളിലോട്ടുള്ള ജീവികൾ പെരനിയൽസ് ആണെന്നും നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം അതിനകത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ചില സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. നമ്മുടെ നീലക്കുറിഞ്ഞിയെക്കുറിച്ചും ബാംബുവിനെ കുറിച്ചും ഒക്കെ. അത് മോണോകാർപ്പിക് ആയിട്ടുള്ള, അപ്പോൾ എക്സാമ്പിൾസ് വെച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണെന്നോ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ജുവനൈൽ ഫേസിൽ നിന്ന് അടുത്ത റീപ്രൊഡക്റ്റീവ് ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ആനിമൽസിൻ്റെ കേസിൽ
പ്രിമെയ്ഡ്സ് ആൻഡ് നോൺ പ്രിമെയ്ഡ്സ്, ഈവൻ ദോ അത് സുവോളജിയുടെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അത് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ആ റീപ്രൊഡക്റ്റീവ് ഘട്ടവുമായി ബന്ധപ്പെട്ട് പ്രിമെയ്ഡ്സിൽ ഉണ്ടാകുന്ന സൈക്ലിക് ചേഞ്ചസ് വരുന്ന ഭാഗം, അതിനെ പ്രിമെയ്ഡ്സിൻ്റെ കേസിലാണെങ്കിൽ അത് മെൻസ്ട്രൽ സൈക്കിളും, നോൺ പ്രിമെയ്ഡ്സിൻ്റെ കേസിലാവുമ്പോൾ അത് ഈസ്റ്റർ സൈക്കിളുമാണ്. അപ്പോൾ അത് ഓൺവേർഡായിട്ടോ ഒക്കെ ചോദ്യം അവിടെ നിന്നും ഉണ്ടാകാം. അത് കഴിഞ്ഞാൽ നമ്മൾ സെനസൻസ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ 3 ഘട്ടങ്ങളാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ മാറ്റിവെക്കുക. ഒന്ന്, ഫെർട്ടിലൈസേഷന് മുൻപേ ഉള്ള ഘട്ടം, ദറ്റ് ഇസ് പ്രീ ഫെർട്ടിലൈസേഷൻ പീരിയഡ്. പിന്നുള്ളത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ദ തേർഡ് വൺ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന പ്രീ റീപ്രൊഡക്ഷൻ ഫേസ്, രണ്ട് സ്റ്റേജസ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഉള്ളത്. ഒന്ന് ഗാമറ്റോജെനിസിസ്, അതായത് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെ സഹായിക്കുന്ന ഓർഗൻസിൽ ഗമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഗാമറ്റോജെനിസിസ്. ഇനി ആ ഗമേറ്റ് എന്താണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ഗമേറ്റ് ട്രാൻസ്ഫർ. ഇത് രണ്ടുമാണ് പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലുള്ളത്. അപ്പോൾ ഗാമറ്റോജെനിസിന് മുമ്പ് തന്നെ ഓരോ ജീവിയുടെയും സെക്ഷുവാലിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഗമേറ്റുകളുടെ ടൈപ്പ് ഓഫ് ഗമേറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഗമേറ്റ്സ് പറയുമ്പോൾ ഐസോഗമേറ്റ്സ്, ഗമേറ്റുകൾ മോർഫോളജിക്കലി ഒരുപോലെയാണെങ്കിൽ, സൈസിലൊക്കെ ഒരുപോലെയാണെങ്കിൽ അത് ഐസോഗമേറ്റ്സ് എന്നും, ഡിഫറൻസ് കാണിക്കുമ്പോൾ അത് ഹെറ്ററോഗമേറ്റ്സ് എന്നും 2 തരത്തിലുള്ള ഗമേറ്റ്സിൻ്റെ പടമുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഡയഗ്രാം ചോദിക്കാം, എന്നിട്ട് അത് എന്താണ്, അല്ലെങ്കിൽ ഐസോഗമേറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ചിത്രം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി വരുന്നത് സെക്ഷുവാലിറ്റിയാണ്. ഓർഗനിസത്തിൻ്റെ സെക്ഷുവാലിറ്റി എങ്ങനെയാണ്, അതായത് ഒരു ചെടിയിൽ ബൈസെക്ഷുവൽ ആയിട്ടുള്ള യൂണിസെക്ഷുവൽ ആയിട്ടുള്ള ഓർഗനിസത്തിനെ, അതായത് ഒരു ജീവിയിൽ തന്നെ 2 സെക്സ് ഓർഗൻസും കാണുന്നതിന് കുറച്ച് എക്സാമ്പിളും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷുവാലിറ്റിയുടെ പോർഷൻ വിത്ത് എക്സാമ്പിൾസ് ചോദ്യങ്ങൾ ഉണ്ടാവാം ആ ഭാഗത്തു നിന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്ററിൽ പിന്നെയുള്ളത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഫെർട്ടിലൈസേഷനിൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, സിംഗമി ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് സൈഗോട്ടാണ്. ആ ഫ്യൂഷനെ നമ്മൾ സിംഗമി എന്ന് പറയും. അവിടെ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗം പറയുന്നത് പാർത്തനോജെനസിസ് ആണ്. സോ പാർത്തനോജെനസിസ് ഈസ് ദ formation of an organism without fertilization. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ച പല ചോദ്യ പേപ്പറുകളിലും നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ടർക്കീസിൽ ചില ലിസാർഡ്സിലൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഒരു ഓർഗനിസം ഉണ്ടാകുന്ന പ്രോസസ്സാണ് പാർത്തനോജെനിസിസ്. ഇതുമായി ബന്ധപ്പെട്ട് പാർത്തനോകാർപ്പി മറ്റൊരിടത്ത് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക, ചോദ്യം മനസ്സിലാക്കുക. പാർത്തനോജെനിസിസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സോ ദ നെക്സ്റ്റ് ഇസ് അവിടെ ഇനി ഫെർട്ടിലൈസേഷനിൽ തന്നെ 2 തരം ഫെർട്ടിലൈസേഷൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അവിടെ നിന്നും ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണോ ബെറ്റർ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണോ ബെറ്റർ? നിങ്ങൾക്കറിയാം, ഒരു ഫീമെയിൽ ബോഡിയുടെ പുറത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഈ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി, ഇറ്റ് ഇസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അതിനെയും എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഏതാണ് ബെറ്റർ, സർവൈവൽ ബെനിഫിറ്റ് കൂടുതൽ വരുന്നത് എപ്പോഴും ഇന്റേണൽ ഫെർട്ടിലൈസേഷന് തന്നെ ആയിരിക്കും. അവിടെ ആ ചോദ്യത്തിന് പ്രസക്തി ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിയുന്നു ആൻഡ് ദ തേർഡ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ദ തേർഡ് സ്റ്റേജ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഇസ് മെയിൻലി എംബ്രിയോജെനസിസ്. അവിടെ എംബ്രിയോ ഫോം ചെയ്യുന്നു, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നതാണ്. അവിടെ ഫസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആയിട്ട് പറയുന്നത് അവിടെ ഓവിപാരി ആൻഡ് വിവിപാരി. ഓവിപാരി ദാറ്റ് ഈസ് അറിയാം, മുട്ടയിടുന്ന ജീവികളാണെങ്കിൽ അവർ ഹാഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഹാഫ് വളർച്ച എത്തുന്ന സ്റ്റേജിൽ തന്നെ യങ് വൺസിന്
പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നു. അതേസമയം വിവി പാരസ് ആനിമൽസ് ആണെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളെ പുറത്തേക്ക് ഡെലിവറി ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള ഒരു ഏതാണ് അഡ്വാൻറ്റേജസ് എന്നുള്ള ചോദ്യം ഉണ്ടാവാം. നിങ്ങൾക്കറിയാം, ഒരെണ്ണം പ്രെഡേറ്റേഴ്സിന് വളരെ വൾണറബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ വിവി പാരി ആയിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ വിവി പാരിയാണ് ഉത്തരം. അത് കഴിഞ്ഞാൽ പിന്നീട് ദറ്റ് ഇസ് പ്ലാന്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ഓവ്യൂൾ, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ്. ദറ്റ് ഇസ് ദ ഓവറി വാള് ഇത് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നു, ഓവ്യൂൾ അതിനകത്ത് സീഡായിട്ട് മാറും. അപ്പോൾ പെരികാർപ്പ് എന്താണ് എന്നുള്ളൊരു ഭാഗം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ പെരികാർപ്പിൻ്റെ ചോദ്യവും ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2 മാർക്കിൻ്റെ ചോദ്യമാണ് സ്കീം അനുസരിച്ച് ഈ പാഠത്തിൽ നിന്നുണ്ടാകുന്നത്. ഒന്നുകിൽ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഈ പാഠത്തിൽ നിന്ന് 1 മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം. ഈ പാഠം നമ്മുടെ മുഴുവൻ ചാപ്റ്ററുകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ചാപ്റ്റർ കുറച്ച് കൂടുതൽ ദൈർഘ്യമുള്ള ചാപ്റ്ററുമാണ്. അവിടെ നമ്മൾ ആ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതിൻ്റെ വിശദമായ ഭാഗത്തിലേക്കാണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ വിശദ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ദ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്, മൈക്രോസ്പോറോജെനസിസ് വരുന്ന ഭാഗമാണ്. അവിടെ സ്റ്റേമിൻ്റെ സ്ട്രക്ചർ, നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ്. പ്രാക്ടിക്കൽ എക്സാമിനും നമ്മൾക്കറിയാം, നമ്മൾ ആന്തറിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ചതാണ്. ആന്തർ നമ്മൾ സെക്ഷൻ എടുത്ത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആന്തറുമായി ബേസ് ചെയ്തിട്ട് അതിൻ്റെ മൈക്രോസ്പൊറാഞ്ചിയായിട്ട് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫോർമേഷനുമായിട്ട് ബേസ് ചെയ്ത് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അവിടെ മൈക്രോസ്പൊറാഞ്ചിയ പറയുമ്പോൾ ആന്തർ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽസിന് പോലെ തന്നെ തിയറി പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആന്തറിൻ്റെ സ്ട്രക്ചർ. അതിനു മുമ്പ് നമുക്ക് ആന്തറിൻ്റെ ബൈലോബ്ഡ് ആയിട്ടുള്ള ഡൈത്തീക്കസ് ആയിട്ടുള്ള ആന്തറാണ് സാധാരണ ആൻജിയോസ്പോംസിൽ ഉണ്ടാകാറുള്ളതറിയാം. അതിനകത്ത് ഓരോ 4 മൈക്രോസ്പൊറാഞ്ചിയാണ് ഒരു ആന്തറിലുള്ളത്. 4 ലോബുകളിലായിട്ട് ഓരോ മൈക്രോസ്പൊറാഞ്ചി ഉണ്ടാവും. മൈക്രോസ്പൊറാഞ്ചിയയ്ക്ക് 4 വാൾ ലെയേഴ്സ് ഉണ്ട്. വാൾ ലെയേഴ്സിൽ ടപ്പീറ്റം എന്ന വാൾ ലെയർ, സെക്കൻഡ് വാൾ ലെയർ ഇസ് ടപ്പീറ്റം വിച്ച് ഗീവ്സ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ അത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ വാൾ ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ, ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടപ്പീറ്റം എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക അവിടെ നിന്ന്. അത് കഴിയുമ്പോഴത്തേക്കും then the next is wall layers നിങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കണം. എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയർ ടപ്പീറ്റം, ലാസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഡയഗ്രത്തിൽ മൈക്രോസ്പൊറാഞ്ചിയ വ്യക്തമായി കാണിക്കുന്ന, വാൾ ലെയേഴ്സ് വ്യക്തമായി കാണിക്കുന്ന, നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് വരച്ച അതേ ഡയഗ്രാം, സെയിം ഡയഗ്രാം തന്നെ തിയറി ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പോളൻ ഗ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയയ്ക്കകത്തും മൈക്രോസ്പോ മദർ സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടെട്രാഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. മൈക്രോസ്പോ മദർ സെൽസ്, സ്പൊറാഞ്ചിയയ്ക്കകത്തുള്ള എല്ലാ സെൽസും മൈക്രോസ്പോ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. മൈക്രോസ്പോ മദർ സെല്ല് ആദ്യത്തെ ഡിവിഷൻ മിയോട്ടിക് ഡിവിഷൻ ആണ്. മിയോട്ടിക് ഡിവിഷൻ undergo ചെയ്ത് കഴിയുമ്പോൾ that results in the formation of 4 cells. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ 4 ഡോട്ടർ ന്യൂക്ലിയ ഉണ്ടാകാറുണ്ട്. അവർ 4 സെൽസ് ആയിട്ട് മാറുന്നു. ആ ഒരു കോമ്പാക്ട് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പോളൻ ടെട്രാഡ് എന്ന് പറയുന്നത്. അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറി പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇൻസൈഡ് എ മൈക്രോസ്പൊറാഞ്ചിയ വി കൻ സീ എ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓരോ മൈക്രോസ്പോ മദർ സെല്ലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 4 വെച്ച് ഉണ്ടാകുമ്പോൾ ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയ വിൽ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് എനോർമസ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻസൈഡ്. ഇനി മൈക്രോസ്പോർസിൻ്റെ
ഫോർമേഷൻ അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് പക്ഷേ ഈ പ്രോസസ്സ് എഴുതാൻ നിങ്ങളോട് ഡയറക്റ്റ് ആവശ്യപ്പെടാറില്ല. പല ചോദ്യ പേപ്പറുകളും കണ്ടിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെപ്പുകൾ മാറ്റിയിട്ട് microspore mother cell undergo meiosis, form pollen tetrad, releasing pollen grains. അതാണ് അതിൻ്റെ ഓർഡർ. ഈ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതൊന്ന് ഒരു ഓർഡറിലാക്കാൻ, സീക്വൻഷ്യൽ ഓർഡറിലാക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി പോളൻ ഗ്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ, ദറ്റ് ഇസ് പോളൻ ഗ്രെയിൻസ് ആർ 2 ലെയർഡ്. ഔട്ടർ ലെയർ ആണ് വളരെ ഹാർഡർ. ഇറ്റ്സ് എക്സൈൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഹാർഡ് സബ്സ്റ്റൻസ് നോൺ ആസ് സ്പോറോപോളിനിൻ. ആ സ്പോറോപോളിനിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം, അല്ലെങ്കിൽ അതിന് ഒരു മൈക്രോബ്സിനോ ഒരു എൻസൈംസിനോ അതിന് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ദിസ് പോളൻ ഗ്രെയിൻസ് എക്സിസ്റ്റ് ആസ് ഈവൻ ഫോസിൽസ് എന്നുള്ളത്. അപ്പം ചോദ്യം അങ്ങനെ ഉണ്ടാവാം, ഫോസിൽസ് ആയിട്ട് പോളൻ ഗ്രെയിൻസ് നിൽക്കാനുള്ള അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഫാക്ടർ എന്താണെന്നാണ്. ദാറ്റ് ഈസ് ദ സ്പോറോപോളിനിൻ which constitutes the egg sign. ഇനി എഗ് സൈനിലുള്ള ഓപ്പണിങ്സ് ഉണ്ട്. ആ ഔട്ടർ ലെയറിൽ ചില ഭാഗത്ത് സ്പോറോപോളിനിൻ ഉണ്ടാകാറില്ല. ആ പോർഷൻസ് ആണ് germ pores. And the inner layer, that is intine, which is made up of cellulose and pectin. ആ ഭാഗം ആണ് സെക്കൻഡ് ലെയർ intine. ഇനി 2 സെൽ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് വെജിറ്റേറ്റീവ് സെല്ലെന്നും ജനറേറ്റീവ് സെല്ലെന്നുമുള്ള 2 സെൽഡ് കണ്ടീഷൻസിലാണ് സാധാരണ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മൈക്രോസ്പോറോജെനസിസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഡയഗ്രാംസ് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുള്ള 2 സെൽസ് ഏതാണ്, അതിന് വലിയ സെൽ ഏതാണ്, ദാറ്റ് ഇസ് വെജിറ്റേറ്റീവ് സെൽ ഇസ് ബിഗർ ആൻഡ് ദ ജനറേറ്റീവ് സെൽ ഇസ് സ്മോളർ. അതൊക്കെ ചോദ്യങ്ങളിൽ ഉണ്ടാകാം. ഇനി പോളൻ ഗ്രെയിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭാഗം പോളൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. പോളൻ ഗ്രെയിൻ ഇറ്റ്സ് വെരി അലർജിക്. അതിൻ്റെ പ്രോട്ടീൻ വളരെ അലർജിക് ആയിട്ട് ഒരുപാട് അസ്മാറ്റിക് പ്രോബ്ലംസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ക്യാരറ്റ് ഗ്രാസ് അല്ലെങ്കിൽ പാർത്തീനിയം. അതിൻ്റെ അകത്തു നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ ഇറ്റ്സ് വെരി അലർജിക്, കോസിങ് ലങ് ഡിസീസസ്. ഇനി പോളൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് പോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ടാബ്ലറ്റിൻ്റെ രൂപത്തിലും സിറപ്പിൻ്റെ രൂപത്തിലും ഒക്കെ പോളൻ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റേസ് ഹോഴ്സസിനും അത്ലറ്റ്സും ഒക്കെ പ്രോട്ടീൻ പോളൻ ഗ്രെയിൻസിൻ്റെ സിറപ്പും ടാബ്ലറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ വരാവുന്ന ഒരു ഭാഗമാണ് വയബിലിറ്റി ഓഫ് പോളൻ. എത്ര നാളാണ് പോളൻ ഗ്രെയിൻ സൂക്ഷിക്കാൻ പറ്റുന്നത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള പോളൻ പറയുന്നുണ്ട്. റൈസ്, വീറ്റ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പോളൻ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടുമെന്നും ചില പോളൻസ് വർഷങ്ങളോളം തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന പോളൻസ് ഉണ്ട്. അത്തരം പോളൻ ഗ്രെയിനെ സൂക്ഷിക്കാനായിട്ട് -196°C ലിക്വിഡ് നൈട്രജനിലാണ് സൂക്ഷിക്കുന്നത്. എങ്ങനെയാണ് പോളൻ പ്രിസർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രയോ പ്രിസർവേഷൻ ആണ്. ദാറ്റ് ഇസ് ഇറ്റ്സ് പ്രിസർവ്ഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ ആൻഡ് ഇൻ -196°C. So that's all about microsporogenesis. ആ ഭാഗത്തു നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളിലും വരാൻ പറ്റുന്ന ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനിയുള്ളത് മെഗാസ്പോറോജെനസിസ് ആണ്. ദാറ്റ് മീൻസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പാർട്ട് തന്നെ ഗമറ്റോജെനസിസ് ആണ്. അതിൽ പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് ഒരു എഗ് എങ്ങനെയാണ് ഫോം ചെയ്യുക, ദാറ്റ് ഇസ് ഫീമെയിൽ ഗമേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്നാണ്. അവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. ഡയഗ്രാം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ആ ഡയഗ്രാം വളരെ ഭംഗിയായിട്ട് വരച്ചു പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ലേബലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലേബലിങ്സ് എല്ലാം തന്നെ ഏത് പാർട്ടാണ്, ഒരു 3-4 ലേബലിങ്സ് ഒഴിവാക്കിയിട്ട് ആ ഭാഗം ഒന്ന് സ്പെസിഫൈ ചെയ്ത് എല്ലാ ലേബലിങ്സും ഒന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പെസിഫൈ ചെയ്ത് വരച്ച് തന്നെ പഠിക്കുക ഡയഗ്രാം. ഇനി വരുന്നത് ഓവ്യൂളിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓവ്യൂളിൻ്റെ ഫോർമേഷൻ, ഓവ്യൂളിനകത്ത് എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നതാണ് മെഗാസ്പോറോജെനസിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ആ ഓർഡർ തെറ്റിച്ചിട്ട്, ആ സീക്വൻഷ്യൽ ഓർഡർ തെറ്റിച്ചിട്ട്, ആ പ്രോസസ് അതിലെ വ്യത്യസ്ത പ്രോസസ്സുകൾ ഓർഡർ തെറ്റിച്ചിട്ട് തരാൻ ചാൻസ് ഉണ്ട്. അതിനെ നിങ്ങളോട് അതിൻ്റെ ഓർഡറിലാക്കി എഴുതാനായിട്ട് ആവശ്യപ്പെടാം. ചോദ്യം അങ്ങനെ ഉണ്ടാവാം. അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ന്യൂസെല്ലസിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച മൈക്രോസ്പോറോജെനിസിസിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. എല്ലാ സെല്ലും മെഗാസ്പോ മദർ സെല്ലായിട്ട് മാറില്ല. ന്യൂസെല്ലസിനടുത്ത് മൈക്രോപൈലാർ എൻഡിലുള്ള ഒരു സെല്ല് മാത്രം മെഗാസ്പോ മദർ സെല്ലായിട്ട് മാറുന്നു. ആ മെഗാസ്പോ മദർ സെല്ല് ഒരു ഡിവിഷൻ മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. ഫസ്റ്റ് ഡിവിഷൻ വിൽ ബി മിയോട്ടിക് ഡിവിഷൻ. ആ ഫസ്റ്റ് ഡിവിഷന്റെ റിസൾട്ട് ആയിട്ട് 4 ന്യൂക്ലിയസ് ഉണ്ടാകും. ആ 4 ന്യൂക്ലിയസിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം മാത്രം ആക്റ്റീവ് ആകും. നമ്മൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് മോണോകാർപ്പിക് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണം ഉണ്ടാകുന്നതിൽ ഒരെണ്ണം മാത്രം ആക്റ്റീവ് ആകുകയും മറ്റേത് 3ഉം ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മാത്രം വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് അണ്ടർഗോ ചെയ്യാറുള്ളത്. 3 മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ അവർ കടന്നു പോവും. അങ്ങനെ 8 ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എംബ്രിയോ സാക്കിനകത്ത് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കണ്ടീഷനെയാണ് നമ്മൾ മെച്യൂർ എംബ്രിയോ സാക്ക് പറയുന്നത്. മെഗാസ്പോറോജെനസിസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന പിക്ചേഴ്സ്, ഡയഗ്രംസ് നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട്. ആ ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ NCERT ടെക്സ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള ഈ പ്രോസസ്സ് കാണിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെഗാസ്പോറോജെനസിസിൻ്റെ അവസാനം ഒരു മെച്യൂർ ഓവ്യൂളിനകത്ത് കാണുന്ന എംബ്രിയോ സാക്കിൽ 8 ന്യൂക്ലിയസും, പക്ഷെ 8 ന്യൂക്ലിയസ് ഉണ്ടെങ്കിലും 7 സെല്ലുകളായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യം അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഇറ്റ് ഇസ് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ്, വൈ? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയാം. കാരണം ഈ ഉണ്ടാകുന്ന 8 ന്യൂക്ലിയസുകളിൽ 3 എണ്ണം മൈക്രോപൈലാർ എൻഡിലേക്കും 3 എണ്ണം ചലാസൽ എൻഡിലേക്കും 2 എണ്ണം സെൻട്രൽ പൊസിഷനിലേക്കുമാണ് മാറുന്നത്. മൈക്രോപൈലാർ എൻഡിലേക്ക് പോകുന്നത് എഗപ്പാരറ്റസ് ആയിട്ട് മാറുന്നു. ചലാസൽ എൻഡിലേക്ക് പോകുന്നത് ആന്റിപോഡൽസ് ആയിട്ട് മാറും. നടുവിൽ നിൽക്കുന്നത് പോളാർ ന്യൂക്ലിയ അല്ലെങ്കിൽ സെൻട്രൽ സെൽ എന്ന് പറയുന്ന, അവർ 2 ന്യൂക്ലിയസ് ആയിട്ട് തന്നെ എക്സിറ്റ് ചെയ്യും. ബട്ട് ദേ ആർ സീൻ ആസ് എ സിംഗിൾ സെൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് അവസ്ഥയിലാണ് ഒരു മെച്യൂർ ഓവ്യൂള് ഉണ്ടാകാറുള്ളത്. ഇനി എഗപ്പാരറ്റസിൽ മിഡിൽ പോർഷനിലാണ് സാധാരണ മിഡിൽ കാണുന്നതാണ് എഗ്. 2 സൈഡിലേക്ക് സിനർജിഡ്സ് ആണുള്ളത്. സിനർജിഡ്സിനോട് അടുത്ത് ഫിലിഫോം അപ്പാരറ്റസുകൾ ഉണ്ട്. ഫിലിഫോം അപ്പാരറ്റസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഒരിക്കൽ. അവിടെ കാണുന്ന സ്പെഷ്യൽ അപ്പൻഡേജസിന്റെ പേരെന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണ്? സിനർജിഡ്സിലേക്ക് കാണുന്ന സ്പെഷ്യൽ അപ്പാരറ്റസ് ആണ് ഫിലിഫോം അപ്പാരറ്റസ്. ഫ്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഗാമേറ്റ് ട്രാൻസ്ഫറിന്റെ സമയത്ത് ഓവ്യൂളിലേക്ക് എത്തുന്ന മെയിൽ ഗാമേറ്റിനെ എഗ് അപ്പാരറ്റസിലേക്ക് അല്ലെങ്കിൽ സിനർജിഡ്സിലേക്ക് നയിക്കുക എന്നുള്ളതാണ്, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫങ്ഷൻ. ഇതും പരീക്ഷ ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി മെഗാസ്പോറോജെനസിസ് കഴിഞ്ഞാൽ പിന്നീട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് മാറുന്നത്. ആൻജിയോസ്പേം ഓവ്യൂളിനകത്തുണ്ടാകുന്ന ഫെർട്ടിലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഫെർട്ടിലൈസേഷൻ, ഇറ്റ്സ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അവിടെ പോളൻ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്, പോളിനേഷൻ. ദറ്റ് ഈസ് നമ്മൾ വിട്ടുപോയതാണ്. ഗാമേറ്റ് ട്രാൻസ്ഫർ, ദറ്റ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഗാമറ്റോജെനിസിസ് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പോളൻ ട്രാൻസ്ഫർ. എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിലേക്ക് എത്തുന്നത്? നിങ്ങൾക്കറിയാം ആൻജിയോസ്പേമിനകത്ത് ഇറ്റ് ഇസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഓവ്യൂളിനകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. ദ ഗാമേറ്റ് ഹാവ് ടു റീച്ച് ദറ്റ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയ എംബ്രിയോ സാക്കിനകത്തേക്ക് പോളൻ ഗ്രെയിന് എത്തണം. ആൻഡ് ദ മെത്തേഡ് ഇസ് പോളിനേഷൻ. പോളിനേഷൻ്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾക്കറിയാം. പോളിനേഷൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ
ആന്തർ ഓഫ് എ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓർ അനദർ ഫ്ലവർ. അതാണ് പോളിനേഷൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഒന്നുകിൽ ആ പൂവിൽ തന്നെ വീഴാം, അതല്ലെങ്കിൽ മറ്റൊരു പൂവിൽ തന്നെ, മറ്റൊരു പൂവിലോ അല്ലെങ്കിൽ മറ്റൊരു ചെടിയിലെ മറ്റൊരു പൂവിലേക്കോ പതിക്കാൻ ഇടയാകും. കാരണം പോളിനേഷൻ പല ഏജൻസ് വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ പോളിനേഷൻ്റെ ടൈപ്സ് ഓഫ് പോളിനേഷൻ പറയുന്നതുണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പോളിനേഷൻ? മെയിൻലി there are 3 types of pollination: autogamy, geitonogamy and xenogamy. അതിൽ 2 സെൽഫ് പോളിനേഷൻ ആണ്. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഒരു പൂവിലെ പോളൻ ഗ്രെയിൻ അതേ പൂവിലെ സ്റ്റിഗ്മയിൽ തന്നെ അല്ലെങ്കിൽ അതേ പൂവിലെ ഓവ്യൂളിൽ തന്നെ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഓട്ടോഗമി പറയുക. ഓട്ടോഗമിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് 2 തരം ഫ്ലവേഴ്സ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ചില ചെടികളിൽ ഓട്ടോഗമി തന്നെ, ഓട്ടോഗമി ഈസ് പ്യുവർലി സെൽഫ് പോളിനേഷൻ. അത് ഉറപ്പ് വരുത്താൻ കൂടുതൽ അഷ്വർ ചെയ്യാനായിട്ട് ചില ചെടികളിൽ ഒരിക്കലും വിടരാത്ത പൂക്കൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്സാലിസ് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ദറ്റ് ഈസ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്, ദാറ്റ് ഈസ് ഫ്ലവേഴ്സ് വിച്ച് നെവർ ഓപ്പൺ. പരീക്ഷയ്ക്ക് അത് ഓൺവേർഡായിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഓട്ടോഗമിയുടെ ഒരു ഓട്ടോഗമിയിൽ ഈ എന്താണ് ക്ലീസ്റ്റോഗമി എന്ന് ഡയറക്റ്റായിട്ടോ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്താണ് ക്ലീസ്റ്റോഗമി? ദാറ്റ് ഈസ് ഫ്ലവേഴ്സ് വിച്ച് നെവർ ഓപ്പൺ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് പോളിനേഷൻ അഷ്വർ ചെയ്യാൻ പറ്റും. സീഡ് സെറ്റ് എന്തായാലും അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗമി എന്താണെന്നും അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് അത് ചോദ്യം ഉണ്ടാകാം. ഇനിയുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോഗമി ആൻഡ് ജെയ്റ്റ്നോഗമി. ഡിഫറൻസ് ഇതാണ്: ഓട്ടോഗമി ആൻഡ് ജെയ്റ്റ്നോഗമി ആർ ബോത്ത് ആർ സെൽഫ് പോളിനേഷൻ. പക്ഷെ അവിടെ ഉള്ളൊരു പ്രത്യേകത, ഓട്ടോഗമിയിൽ that is the pollen reaches the same flower, but in geitonogamy the pollen reaches another flower of the same plant. അതേ ചെടി തന്നെയാണ് പക്ഷെ മറ്റൊരു പൂവിലായിരിക്കും. ഇനി then the last one is xenogamy, where the pollen reaches the stigma of another flower of another plant. അപ്പോൾ 3 തരത്തിലുള്ള പോളിനേഷൻ ഓർത്തു വെക്കുക. പോളിനേഷൻ നെക്സ്റ്റ് ഇസ് പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. So what are the pollinating agents? The common pollinating agents. ഇതുവരെയുള്ള ചോദ്യപേപ്പറുകളിലെല്ലാം തന്നെ ഒരു ചോദ്യപേപ്പറിൽ പോലും വിട്ടുപോയിട്ടില്ലാത്ത ഒരു ഭാഗമാണ് പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ. ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ അത്തരം ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഭാഗമാണ് പോളിനേറ്റിംഗ് ഏജൻസ്. വിൻ പോളിനേഷൻ, വാട്ടർ പോളിനേഷൻ ആൻഡ് ആനിമൽ അല്ലെങ്കിൽ ഇൻസെക്ട് പോളിനേഷൻ. ഇതിൻ്റെ 3ൻ്റെയും എന്തൊക്കെയാണ് ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? ദാറ്റ് ഈസ് വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ വിൻ പോളിനേറ്റ് ചെയ്യാനായിട്ടുണ്ടായി അതിനുള്ള അഡാപ്റ്റേഷൻസ്, വാട്ടർ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻസ്, പിന്നെ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻസ്. വളരെ വ്യക്തമായിട്ട് അത് പോയിന്റ് ഇട്ട് തന്നെ ശ്രദ്ധിച്ചു വെക്കുക. കാരണം കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം വാട്ടർ ലില്ലി ആൻഡ് വാട്ടർ ഹയസിന്ത് രണ്ടും വെള്ളത്തിൽ കാണുന്നതാണ്, ആമ്പലും കുളവാഴയും ഒക്കെ. പക്ഷെ അവരിൽ വാട്ടർ അല്ല പോളിനേറ്റിംഗ് ഏജന്റ്. നിങ്ങൾ ഒരു ചെടി വെള്ളത്തിലാണ് കാണുന്നത് കൊണ്ട് എക്സാമ്പിൾ ചോദിക്കുകയാണ്, വാട്ടർ ലില്ലിയിലുള്ള പോളിനേറ്റിംഗ് ഏജന്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ അല്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ പോളിനേറ്റിംഗ് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കി പഠിക്കുക. വാട്ടർ ലില്ലിയും വാട്ടർ ഹയസിന്തും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ആൻ അഡാപ്റ്റേഷൻ ഫോർ ഇൻസെക്ട് പോളിനേഷൻ. അപ്പോൾ ഇൻസെക്ട് പോളിനേഷൻ്റെയും വിൻ പോളിനേഷൻ്റെയും വാട്ടർ പോളിനേഷൻ്റെയും അഡാപ്റ്റേഷൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദ്യപേപ്പറിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഭാഗം വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി വരുന്നത് അതിനോട് ചേർന്ന് വരുന്ന അടുത്ത ഭാഗം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളാണ്. എന്താണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ? ഒരു ചെടി സെൽഫ് പോളിനേഷൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മറ്റൊരു പോളൻ, നമ്മൾ പറഞ്ഞു ഓട്ടോഗമി ആൻഡ് ജെയ്റ്റ്നോഗമി അതേ പോളൻ അതിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ പതിക്കുന്ന പ്രോസസ് ആണെന്ന് പറഞ്ഞു. അവിടെ ആ ചെടി അത്തരം ഒരു പോളിനേഷൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വാട്ട് ആർ ദ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? ക്രോസ് പോളിനേഷനെ ഫേവർ ചെയ്യാനായിട്ട് ചെടി കാണിക്കാവുന്ന ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസുകൾ എന്താണ്? തീർച്ചയായിട്ടും ചോദ്യത്തിൽ വരാവുന്നതാണത്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് പ്രധാനമായിട്ടും 4 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, പോളനും സ്റ്റിഗ്മയും പോളൻ മെച്യൂർ ആകുന്ന പീരീഡിൽ വ്യത്യാസം ഉണ്ടാവുക, റിസെപ്റ്റീവ് ആവുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാകലാണ് ഒരെണ്ണം. ഒന്ന്, രണ്ട് പൊസിഷനിലേക്ക് പോളൻ ആൻഡ് സ്റ്റിഗ്മ ഓൺ ഡിഫറെൻറ്റ് പൊസിഷൻസ്. പിന്നുള്ളത്
സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നതാണ്. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം പോളനെ തിരിച്ചറിഞ്ഞിട്ട് ആ സെയിം പോളനാണ് അല്ലെങ്കിൽ സെയിം ചെടിയുടെ ഫ്ലവറിൻ്റെ പോളനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരസ്കരിക്കാനുള്ളൊരു കഴിവുണ്ടാവുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. വ്യത്യസ്ത ചെടികളിൽ നമ്മൾ നേരത്തെ സെക്ഷുവാലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറയുകയാണ് മൊണീഷ്യസ് ആയിട്ട് കാണുന്ന ചെടികളുണ്ട്, ഡൈഷ്യസ് ആയിട്ട് കാണുന്ന ചെടികളുണ്ട്. അപ്പോൾ അവരെ ബൈസെക്ഷൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക ആണ് ഒരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ്. അങ്ങനെ 4 പ്രത്യേകതകളാണ് ഔട്ട് ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം ഔട്ട് ബ്രീഡിങ് ഡിവൈസുകളും പല ചോദ്യ പേപ്പറുകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനിയുള്ളത് പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ ഭാഗമാണ്. അവിടെ നിന്ന് അധികം ചോദ്യങ്ങൾ ചോദ്യ പേപ്പറുകളിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, എങ്കിലും സ്കിപ്പ് ചെയ്ത് കളയരുത്. അവിടെ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഒരു ചോദ്യം മാത്രമാണ് നമ്മൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അവിടെ ഇമ്പോർട്ടൻ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ, ഹൗ ദിസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റീവ് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവാം. ദറ്റ് ഇസ് ഒരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ഒരു കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ സ്വന്തം പോളനെ അല്ലെങ്കിൽ മറ്റൊരു പോളനെ തിരിച്ചറിയാൻ ചെടിക്ക് സാധിക്കുന്നത്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പുതിയ വെറൈറ്റികളെ ഉണ്ടാക്കാൻ ഇതിൻ്റെ കൂടുതൽ സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്ലാൻ ബ്രീഡർക്ക് 2 ടേംസ് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് എമാസ്കുലേഷൻ എന്നും മറ്റൊന്ന് ബാഗിങ് എന്നും. നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന് വേണ്ടി പുതിയ ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ബൈസെക്ഷൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന പാരന്റ് ഫ്ലവർ ബൈസെക്ഷൽ ആണ്. അതിൻ്റെ ഫീമെയിൽ ഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ ഫീമെയിൽ ഫ്ലവറായിട്ട് എടുക്കുന്ന ചെടി ബൈസെക്ഷൽ ആണെങ്കിൽ അതിൻ്റെ ആന്തറിൽ നിന്നും ഒരു കാരണവശാലും സ്റ്റിഗ്മയിൽ പോളൻ വീഴാതിരിക്കാൻ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ ആന്തർ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് എമാസ്കുലേഷൻ. സോ എമാസ്കുലേഷൻ ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട്. അപ്പോൾ എമാസ്കുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ഫോർ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി അതിനുശേഷം മറ്റൊരു പോളനും അതിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി അതിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന പ്രോസസ്സാണ് ബാഗിങ്. ഇത് രണ്ടും ഹൈബ്രിഡൈസേഷൻ്റെ 2 സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് എന്താണ് ആ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ എഴുതാൻ മറക്കണ്ട. ഒന്ന് എമാസ്കുലേഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ബാഗിങ്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഭാഗം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിയുന്നു, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഇസ് ദ എംബ്രിയോ സാക്ക്, ഇൻസൈഡ് ദിസ് എംബ്രിയോ സാക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. ഒന്ന് 2 പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ എത്തുന്ന പോളൻ ഗ്രെയിനിൽ നിന്ന് ഒരു പോളൻ ഗ്രെയിനിൽ നിന്ന് 2 മെയിൽ ഗ്യാമേറ്റ് ആണ് റിലീസ്ഡ് ആവുന്നത്. അതിൽ ഒരു മെയിൽ ഗ്യാമേറ്റിനെ ഫിലിഫോം അപ്പാരറ്റസ് എന്താണ് സ്റ്റിഗ്മയിൽ എത്തുന്നത് സ്റ്റൈലിലൂടെ വളർന്ന് ഓവ്യൂളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എംബ്രിയോ സാക്കിലേക്ക് നയിക്കപ്പെടും. എംബ്രിയോ സാക്കിൽ എഗ് അപ്പാരറ്റസിലെ എഗ്ഗുമായിട്ട് ഒരു മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നു. അടുത്ത മെയിൽ ഗ്യാമേറ്റ് സെൻട്രൽ സെല്ലിലെ 2 ഹെപ്ലോയിഡ് ന്യൂക്ലിയൈ അവിടെ ഇരിപ്പുണ്ട്, അതുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അവിടെ ഒരു ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നടക്കുക. അവിടെ 2 ഹെപ്ലോയിഡ് ന്യൂക്ലിയസും ഈ ചെല്ലുന്ന മെയിൽ ഗ്യാമേറ്റും ഹെപ്ലോയിഡ് ആണ്. ദ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എൻ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് വിച്ച് ഇസ് ട്രിപ്ലോയിഡ്. അതെപ്പോഴും നമുക്ക് 3N ആണ്. ഇവിടെ എൻഡോസ്പോമിൻ്റെ പ്ലോയിഡി 3N ആണ്. താഴെ എഗ്ഗ് സൈഗോട്ടായിട്ട് മാറാനായിട്ട് ഒരു മെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദ സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ്. അങ്ങനെ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസും ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ടുമാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകാറുള്ളത്. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ പിന്നുള്ളത് എൻഡോസ്പോം എങ്ങനെയാണെന്നുള്ളതാണ്. എൻഡോസ്പോമിന് എക്സാമ്പിളായിട്ട് നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. ദറ്റ് ഈസ് കാൽഷ്യം ബോറോൺ ഇൻസിറ്റോൾ ഷുഗർ കോംപ്ലക്സ് എന്താണെന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിനോയ് ആണ് ചോദിക്കുന്നത്. ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ, പോളനും പിസ്റ്റലും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഓപ്പൺ ഗാർഡനിൽ നിൽക്കുന്ന ഒരു ഫ്ലവറിന് ഒരുപാട് ചാൻസസ് ഉണ്ട്
വ്യത്യസ്ത തരം പോളൻ അതിലേക്ക് പതിക്കാൻ, അതിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പതിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാ തരം പോളനെയും റിസീവ് ചെയ്യേണ്ടതായിരിക്കില്ല. ഈ ചെടിക്ക് അനുയോജ്യമല്ലാത്ത പോളൻ ആയിരിക്കും മിക്കവാറും വന്ന് പതിക്കുക. കാരണം പോളിനേറ്റിംഗ് ഏജന്റ് വാട്ടറോ അല്ലെങ്കിൽ വിൻഡോ ഇൻസെക്ട്സോ ആണ്. അപ്പം അവർക്കറിയില്ല ഏത് പോളനാണ് ഇതിലേക്ക് ഇടേണ്ടതെന്ന്. ഒരു ചെടി ധാരാളം ടൈപ്പ് ഓഫ് പോളനെ റിസീവ് ചെയ്യും. ഇതിൽ ഏത് പോളനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ചെടിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ സ്റ്റിഗ്മയിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദർ ഇസ് എ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അതിനുവേണ്ടി ഉള്ള കോംപ്ലക്സ് ആണ്, ദറ്റ് ഇസ് കാൽഷ്യം ബോറോൾ ഇൻസിറ്റോൾ ഷുഗർ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ ഇൻ്ററാക്ഷൻ ആണത്. ആ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ ആ ചെടിക്ക് അനുയോജ്യമായ പോളൻ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ പോളനെ മാത്രം റിസീവ് ചെയ്യുകയും ബാക്കി പോളനെ തിരസ്കരിക്കാനും വേണ്ടിയുള്ള ചെടിക്കുള്ള കെമിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള കോംപ്ലക്സ് ആണ്. അതിന് മനസ്സിലായി എന്ന് തോന്നുന്നു. അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ് പോളൻ പിസ്റ്റൽ ഇൻറ്ററാക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ആ പ്രോസസ്സ്. അതായത് സ്വന്തം പോളനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, മറ്റു പോളനെ തിരസ്കരിക്കണം, സ്വന്തം പോളനെ തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആ കോംപ്ലക്സ്. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് എൻഡോസ്പേം ആണ്. എന്താണ് എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ? അവിടെ അത് മാത്രമാണ് സാധാരണ ചോദിച്ചു പോകാറുള്ളത്. എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ ഗിവിംഗ് നറിഷ്മെന്റ് ആണ്. എംബ്രിയോയ്ക്ക് നറിഷ്മെന്റ് നൽകുക എന്നുള്ളതാണ് എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ. എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കോക്കനട്ട് ആണ്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് നിങ്ങൾക്കറിയാം, ആദ്യം ഫ്രീ ന്യൂക്ലിയേറ്റഡ് ആയിട്ട്. എൻഡോസ്പേം ഫോർമേഷൻ പല രീതിയിലുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എൻഡോസ്പേം ഫോർമേഷൻ ആണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യം വെള്ളം ഫോമിലായിരിക്കും, ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പോൾ ഒരുപാട് ഫ്രീ ന്യൂക്ലിയസ് ഉണ്ടാവും. അത് പിന്നീട് അടിഞ്ഞുകൂടിയിട്ട് സെല്ലുലാർ ഫോമിലായിട്ട് മാറി കോക്കനട്ടിൻ്റെ കേർണലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. It's the ploidy, you should always remember the ploidy of endosperm is 3n and the ploidy of zygote is 2n. And the next is after double endosperm, it's embryogenesis, that is a formation of embryo. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡയഗ്രാം. അവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് ചോദ്യം ഇങ്ങനെയായിരുന്നു, വ്യത്യസ്ത തരത്തിലുള്ള എംബ്രിയോയുടെ ഫോർമേഷൻ സ്റ്റേജസ് തന്നിട്ട് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. അപ്പോൾ എംബ്രിയോയുടെ ഫോർമേഷൻ സ്റ്റേജസ് വളരെ വ്യക്തമായിട്ട് ആ ചിത്രത്തിൽ കാണിക്കും. അപ്പോൾ ഒരു എംബ്രിയോയുടെ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഡൈക്കോട്ട് മോണോക്കോട്ട് എംബ്രിയോകളുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി വെക്കണം. ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് ചില എംബ്രിയോയുടെ കേസിൽ എൻഡോസ്പേം ഉണ്ടാവില്ല. എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർന്നതിന് ശേഷമായിരിക്കും, എംബ്രിയോയുടെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിന് മുമ്പ് എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീരും. അത്തരം ചെടികളിലാണ് കോട്ടിലിഡൻസ് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ആൽബുമിനസ്, എക്സ് ആൽബുമിനസ് സീഡ്സ് നമ്മൾ പറയും. അവിടെ രണ്ട് എംബ്രിയോയുടെയും, മോണോക്കോട്ട് എംബ്രിയോയുടെയും ഡൈക്കോട്ട് എംബ്രിയോയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അവരുടെ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാർട്സ് ലേബൽ ചെയ്യാനും നിങ്ങൾ ആ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുമാത്രമല്ല എംബ്രിയോയുടെ സ്ട്രക്ചർ പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ, അങ്ങനെ ഒരു സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ചിത്രവും നമ്മുടെ പുസ്തകത്തിലുണ്ട്. ആ ചിത്രവും പരീക്ഷയ്ക്ക് വരും. കൂടാതെ എംബ്രിയോയുടെ ഡൈക്കോട്ട് എംബ്രിയോയുടെയും മോണോക്കോട്ട് എംബ്രിയോയുടെയും ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളുടെ ലേബലിംഗ് വളരെ വ്യക്തമായിട്ട് തന്നെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പോകുന്നത് എംബ്രിയോ ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് ഈസ് സീഡ് ഡെവലപ്മെന്റ് ആണ്. സീഡിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽബുമിനസ് സീഡും നോൺ ആൽബുമിനസ് സീഡും ഉണ്ട്. അതായത് എൻഡോസ്പേം അതിനകത്ത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ സീഡുകളിലും എൻഡോസ്പേം പെർസിസ്റ്റ് ചെയ്യാറില്ല. എൻഡോസ്പേം കുറച്ച് എംബ്രിയോ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻഡോസ്പേം നശിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് തീരുകയാണെങ്കിൽ അവിടെ കോട്ടിലിഡൻസ് ആണ് ആ സ്ഥാനം ഏറ്റെടുക്കുക. അപ്പോൾ നോൺ എൻഡോസ്പേമസ് സീഡുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന് തന്നെയാണ് ആൽബുമിനസ് ആൻഡ് നോൺ ആൽബുമിനസ് സീഡ് പറയുക. പിന്നെ അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, സാധാരണ ഒരു ഓവ്യൂള് അതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ന്യൂസെല്ലസ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ, ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഭാഗം
ഡീജനറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാറുണ്ട്, കംപ്ലീറ്റ് ഫോർമേഷൻ ആകുന്ന സീഡായി കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ചില സീഡുകളിൽ അത് പെർസിസ്റ്റ് ചെയ്യും. അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പേര് പറയും? അവിടെ ഒരു ടേം പറയുന്നുണ്ട്, പെരിസ്പോം. അത് പെപ്പറാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കുരുമുളകിനകത്ത് ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിന് എന്താണ് പേര് പറയുക? ദാറ്റ് ഇസ് പെരിസ്പോം. പിന്നെ വരുന്നത് ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ ആണ്. ഫ്രൂട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പറയുന്നുണ്ട്. ട്രൂ ഫ്രൂട്ട്സ് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്സ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇപ്പം പ്രധാനമായിട്ടും 3 ടേംസ് ആണ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത്. ട്രൂ ഫ്രൂട്ട്സ് പറയുമ്പോൾ ഓവറിക്കകത്ത് നിന്ന് ഓവറി ഫ്രൂട്ടായിട്ട് മാറുക. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഓവറിയാണ്. ഓവറി വാളാണ് പെരികാർപ്പായിട്ടും മറ്റും മാറുക. ഇപ്പം ഓവറിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് ട്രൂ ഫ്രൂട്ട്. അതേസമയം ചോദ്യം ഇങ്ങനെയായിരിക്കാം, നിങ്ങൾ ആ പുസ്തകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സ്ട്രോബെറി, ആപ്പിള് ഒക്കെ തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ. അതിലേതെങ്കിലും ആപ്പിളോ സ്ട്രോബെറിയോ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈസ് ദിസ് എ ട്രൂ ഫ്രൂട്ട് ചോദിച്ചാൽ നമ്മൾ പറയാം ആപ്പിൾ. നോർമലി നമ്മൾ പറയുന്ന ആപ്പിൾ ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ഫ്രൂട്ട് ചോദിച്ചാൽ നമ്മൾ ആപ്പിൾ ആണ് പറയാറുള്ളത്. പക്ഷെ ആപ്പിൾ ഈസ് എ ഫാൾസ് ഫ്രൂട്ട്. വൈ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ആപ്പിള് ഓവറിയിൽ നിന്നല്ല അതിൻ്റെ ഫ്രൂട്ട് പാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദ തലാമസ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു ഫ്രൂട്ട്. അപ്പം തലാമസ്, ഓവറി ഒഴികെ മറ്റേതെങ്കിലും ഒരു പാർട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പം എക്സാമ്പിള് സ്ട്രോബെറിയും ആപ്പിളും ഇത് ഡയഗ്രം വെച്ച് ചോദിക്കാം. അതല്ലാതെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സ്ട്രോബെറിയും ആപ്പിളും ഒക്കെ ഫാൾസ് ഫ്രൂട്ടിൻ്റെ കാറ്റഗറിയിലാണ്. ട്രൂ ഫ്രൂട്ട് പറയുമ്പോൾ നമ്മുടെ ഗോവ, പേരയ്ക്ക, അതൊക്കെ ട്രൂ ഫ്രൂട്ടിൽ വരും. ഇനി പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിൽ പാർത്തനോജെനിസിസ് എന്താന്ന് പറഞ്ഞു. ഒരു ഓർഗനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് പാർത്തനോജെനിസിസ്. ഇവിടെ നമ്മൾ പറയുന്ന പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ദറ്റ് മീൻസ് സീഡ്ലെസ്, അല്ലെങ്കിൽ സീഡ് ഉണ്ടാകാതെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡ് ഉണ്ടാകാതെ ഫ്രൂട്ട് ഫോം ചെയ്യുമ്പോഴാണ് പാർത്തനോകാർപ്പിക്. എക്സാമ്പിൾ ദറ്റ് ഇസ് ബനാന പറയുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് സീഡിൻ്റെ അഡ്വാൻറ്റേജസ്. സാധാരണ ചോദ്യ പേപ്പറുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും ചോദിക്കാൻ ശരിക്കും ഒരു ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ചോദ്യം വരാവുന്ന ഒരു ഭാഗമാണ് സീഡിൻ്റെ അഡ്വാൻറ്റേജസ്. ആൻജിയോസ്പേമിൽ സീഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു 4-5 പോയിന്റോളം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ഫെർട്ടിലൈസേഷന് വെള്ളം ആവശ്യമല്ലാത്തത് കൊണ്ട് തന്നെ സീഡ് ഉണ്ടാകും എന്നുള്ള ഒരു സീഡ് ഉണ്ടാകാനുള്ള ഫോർമേഷനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സീഡിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനകത്ത് തന്നെ ഫുഡ് റിസർവ് വെക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതിന് ഒരുപാട് ഡിസ്ബേഴ്സിങ് ഏജൻസും അല്ലെങ്കിൽ ഡിസ്ബേഴ്സിങ് അഡാപ്റ്റേഷൻസും ഉള്ളത് കൊണ്ട് ഒരുപാട് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ആൻജിയോസ്പേം ഫ്രൂട്ട്സിന് കഴിയാം. അങ്ങനെ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പോയിന്റ് ഇട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ സീഡിൻ്റെ വയബിലിറ്റിയെ കുറിച്ചാണ്. സീഡിൻ്റെ വയബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വയബിൾ ആയിട്ടുള്ള സീഡ് ആർട്ടിക് റീജിയണിൽ നിന്ന് ലൂപ്പൈൻ ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക് ടുൻഡ്ര റീജിയൻസിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള അറൗണ്ട് 10,000 ഇയേഴ്സ് പഴക്കമുള്ള സീഡ് വരെ വയബിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഡേറ്റ് പാമിൻ്റെ സീഡ് 2000 ഇയേഴ്സ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വയബിളായ ഡേറ്റ് പാമിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇനിയുള്ളത് 2 കാര്യങ്ങൾ കൂടെ ആ ചാപ്റ്ററിലുള്ളൂ. ദറ്റ് ഇസ് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അപ്പോമിക്സിസ് പറയുമ്പോൾ എന്താണ്, സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രൂട്ട് വിത്തൗട്ട് സീഡാണ് പാർത്തനോകാർപ്പി പറഞ്ഞത്. ഇവിടെ അപ്പോമിക്സിസ് പറയുമ്പോൾ സീഡ് ഉണ്ടാകും, പക്ഷെ സീഡ് ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷനിൽ കഴിഞ്ഞിട്ടല്ല. ഏതെങ്കിലും ഡിപ്ലോയിഡ് എഗ് എന്തെങ്കിലും കാരണവശാൽ ഡിപ്ലോയിഡ് ആയിട്ട് ഫോം ചെയ്തിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡായിട്ട് മാറുന്നതാണ് അപ്പോമിക്സിസ് പറയുന്നത്. അതുപോലെ ഒരു സീഡിനകത്ത് മോർ ദാൻ 2 എംബ്രിയോസ് കാണുന്ന മാംഗോ, സിട്രസ് ഒക്കെ എക്സാമ്പിൾ പറയുന്ന പോളി എംബ്രിയോണി എന്ന് പറയുന്ന ഒരു ഫിനോമിനും നിങ്ങളുടെ ആ ഭാഗത്ത് വരുന്നുണ്ട്. അതും ചോദ്യ പേപ്പറിൽ ഉൾപ്പെടാം. അപ്പോമിക്സിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കുറച്ചുകൊണ്ട് സീഡ്സിനെ അപ്പോമിറ്റിക് ആക്കി കഴിഞ്ഞാൽ ഫാർമേഴ്സിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള അപ്പോമിക്സിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ പുസ്തകത്തിൻ്റെ ഭാഗത്തിലുണ്ട്. അപ്പോൾ ഇതിലേത് ഭാഗം വേണമെങ്കിലും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഏത് രൂപത്തിലും നിങ്ങളുടെ മുന്നിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം.
ഇനി നമുക്കൊരു ചെറിയ ബ്രേക്ക്. എനിക്കിതിൽ അപ്പോൾ തിരിച്ചു വരാം. മൂന്നാമത്തെ ചാപ്റ്ററാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്ക്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക്, ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കാണ് ചോദ്യം പ്രതീക്ഷിക്കുന്നത്. എന്നാലും എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ ഭാഗം ഇറ്റ് ഈസ് ബീ കീപ്പിംഗ്, ഡയറി ഫാം മാനേജ്മെൻറ്റ്. ഡയറി ഫാം മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ വളരെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോക്കേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോർഷൻ. ഡയറി ഫാം മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് നിങ്ങളൊന്ന് വളരെ വിശദമായിട്ട് പഠിച്ചു വെക്കുക, എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇനി രണ്ടാമത് അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അടുത്ത ഭാഗം വരുന്നത് ഇറ്റ് ഈസ് ഡയറി ഫാം മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ആനിമൽ ബ്രീഡിങ്. ഇതിനകത്ത് പോൾട്രി ഫാം മാനേജ്മെൻറ്റ്, ഫിഷറീസ്, എന്താണ് എപ്പികൾച്ചർ, ബീ കീപ്പിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ സാധാരണഗതിയിൽ ബീ കീപ്പിങ്ങിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 മാർക്കിനെ ചോദിക്കാറുണ്ട് എന്താണ് ബീ കീപ്പിംഗ് എന്നുള്ളതിൻ്റെ ഒരു സയൻറ്റിഫിക് ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പികൾച്ചർ ആണെന്ന് നിങ്ങൾക്കറിയാം. ബീ അല്ലെങ്കിൽ ഹണിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ബീ കീപ്പിംഗ്, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. ഡയറി ഫാം മാനേജ്മെൻറ്റ് പോലെ തന്നെ ബീ കീപ്പിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ്. ഇനി ഒരു പ്രാവശ്യം പരീക്ഷ ചോദ്യ പേപ്പറിൽ വളരെ ഇതായിട്ട് കണ്ടൊരു ചോദ്യമാണ്, ആ ഫിഷറീസിൻ്റെ ഭാഗത്തിൽ ഏതൊക്കെ ഫിഷസ്, കുറച്ച് സോൾട്ട് വാട്ടർ ഫിഷസും മറൈൻ ഫിഷസും തന്നിട്ട് ഇതിൽ ഒരെണ്ണം ഓഡ് വൺ ഔട്ട്, 1 മാർക്കിനായിരുന്നു ചോദ്യം. ഒരു മറൈൻ ഫിഷ് അതിൽ ഏതാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള എക്സാമ്പിൾസ് എല്ലാം ഓരോ ഭാഗത്തും തന്നിരിക്കുന്ന എക്സാമ്പിൾസ് വളരെ വിശദമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരുന്നത് ആനിമൽ ബ്രീഡിങ്ങിൻ്റെ ഭാഗമാണ്. ബ്രീഡ് എന്താണ്, ബ്രീഡ് വാട്ട് ഈസ് ബ്രീഡിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒരു 4 to 6 ജനറേഷൻ കോമൺ ഒരു ആൻസിസ്റ്റേഴ്സ് ഉള്ള, സെയിം കോൺഫിഗറേഷനുള്ള, ഏകദേശം ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുക, സെയിം ബ്രീഡ് എന്ന് പറയുക. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ പല ടൈപ്സ് ഓഫ് ബ്രീഡിങ് എങ്ങനെയാണ്, പ്രധാനമായിട്ടും ബ്രീഡിങ് 2 തരത്തിലാണ്. ദറ്റ് ഈസ് ഇൻബ്രീഡിങ് ആൻഡ് ഔട്ട് ബ്രീഡിങ്. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ ഔട്ട് ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ കുറച്ച് അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് വരുമ്പോൾ ഔട്ട് ബ്രീഡിങ്ങിൻ്റെ 3 ഭാഗങ്ങൾ വീണ്ടും ഉണ്ട്. ദറ്റ് ഈസ് ഔട്ട് ക്രൂസിങ്, ക്രോസ് ബ്രീഡിങ് ആൻഡ് ഇൻഡർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എപ്പോഴും ആ ഡെഫിനിഷൻസ് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകരുത്. ഇൻബ്രീഡിങ് എന്താണെന്ന് ചോദിച്ചാൽ സെയിം ബ്രീഡിലുള്ള ജീവികൾ ഒരേ ബ്രീഡ്, അതായത് 4 to 6 ജനറേഷൻസിൽ വരെ കോമൺ ആൻസിസ്റ്റേഴ്സ് ഉള്ള ജീവികൾ തമ്മിൽ ബ്രീഡ് ചെയ്തിട്ട് പുതിയൊരു ജീവി ഉണ്ടാകുന്നതാണ് ഇൻബ്രീഡിങ് എന്ന് പറയുക. ഇൻബ്രീഡിങ്ങിന് കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ, പ്യുവർ ലൈനിലെ ലഭിക്കാൻ, ഇതിനകത്തുള്ള റിസസീവ് ജീൻസിനെ അക്യുമുലേറ്റ് ചെയ്ത് മാറ്റാനായിട്ട്, എലിമിനേറ്റ് ചെയ്യാൻ, എക്സ്പോസ് ചെയ്യാൻ, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ
ഇൻബ്രീഡിങ്ങിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള റിസസീവ് ജീൻസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻബ്രീഡിങ് ഡിപ്രഷനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ദറ്റ് ഈസ് ക്രോസ് ബ്രീഡിങ്. ക്രോസ് ബ്രീഡിങ് എന്താണെന്ന് വെച്ചാൽ ബ്രീഡുകൾ ക്രോസ് ബ്രീഡിങ് 3 രീതിയിലാണ് പറയുന്നത്. ഔട്ട് ക്രോസിങ്, ദറ്റ് ഇസ് കോമൺ ആൻസിസ്റ്റേഴ്സ്, ഒരു 4 to 6 ജനറേഷൻ കോമൺ ആൻസിസ്റ്റേഴ്സ് ഇല്ലാത്ത 2 ജീവികളെ തമ്മിൽ പരസ്പരം മേറ്റ് ചെയ്തിട്ട് പുതിയ ജീവി ഉണ്ടാക്കുന്നതാണ് ഔട്ട് ക്രോസിങ് എന്ന് പറയുക. ഇനി മറ്റൊന്നുണ്ട് ക്രോസ് ബ്രീഡിങ്, ദറ്റ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. 2 തരം ബ്രീഡുകൾ, അതിനൊരു എക്സാമ്പിൾ നമ്മുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഹിസർഡെയിൽ എന്ന് പറയുന്നൊരു ഷീപ്പിനെ കുറിച്ച്, പഞ്ചാബിൽ ഡെവലപ്പ് ചെയ്ത മരീനോ റാംസ് എന്നും ബിക്നേരി ഈവ്സ് എന്നും പറയുന്ന 2 തരം, 2 മെയിൽ ആൻഡ് ഫീമെയിൽ എന്താണ് ഷീപ്സ് ആർ ഫ്രം ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആൻഡ് അവരെ ബ്രീഡ് ചെയ്തിട്ട് പുതുതായിട്ടുണ്ടാകുന്ന ഹിസർഡെയിൽ എന്ന് പറയുന്ന ഒരു പുതിയ ജീവി, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്രോസ് ബ്രീഡിങ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, അത് ഏത് ബ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബ്രീഡിങ്ങിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഫ്രം ക്രോസ് ബ്രീഡിങ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഇൻഡോ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അവിടെ വരുമ്പോൾ ബ്രീഡുകളല്ല സ്പീഷീസുകളാണ് മാറുന്നത്, വ്യത്യസ്ത സ്പീഷീസുകളെ. അതിനും എക്സാമ്പിൾ പറയുന്നുണ്ട്. മ്യൂൾ അതിനൊരു എക്സാമ്പിളാണ്. ദറ്റ് ഈസ് ഫ്യൂഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ക്രോസ് ബിറ്റ്വീൻ എ ഡോങ്കി ആൻഡ് എ ഹോഴ്സ്, അങ്ങനെ റിസൾട്ട് ചെയ്ത മ്യൂൾ എന്ന് പറയുന്നത് വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട ജീവികൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടായതാണ്. അതാണ് ഇൻഡോ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ക്രോസ് ബ്രീഡിംഗ് ടെക്നിക്സ്. അവിടെ വരുന്ന മറ്റൊരു ചോദ്യം, വരാവുന്നൊരു ചോദ്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സുപ്പീരിയർ എന്ന് തോന്നുന്ന ബ്രീഡിൻ്റെ മെയിൽ പാരൻറ്റിൻ്റെ സെമൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് സെമൻ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഫീമെയിൽ എവിടെയാണോ ഹൗസ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. മാത്രമല്ല ഈ സെമൻ സൂക്ഷിക്കാൻ പറ്റും, നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇനി നോർമൽ മീറ്റിംഗ്സിൽ ഉണ്ടാകുന്ന ഒരുപാട് ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് അഡ്വാൻറ്റേജസ്. പരീക്ഷയ്ക്ക് അങ്ങനെ ഒരിക്കലും ചോദിച്ചിരുന്നു, അതുകൊണ്ട് ആ ഭാഗം വിട്ട് കളയാതെ ശ്രദ്ധിക്കുക. ഇനിയുള്ളത് കൺട്രോൾഡ് ബ്രീഡിംഗ് ടെക്നിക്സിലെ ഒരു മെത്തേഡാണ് MOET അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി എന്ന് പറയുന്നത്. ഹേർഡ് ഡെവലപ്മെൻറ്റ്, കാറ്റൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ സ്റ്റെപ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്റ്റെപ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വയ്ക്കുക. ദറ്റ് ഇസ് സൂപ്പർ ഓവുലേഷൻ. ഒരു സാധാരണഗതിയിൽ ഒരു ജീവി ഒരു ഓവുലേഷനിൽ ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനു പകരം സൂപ്പർ ഓവുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺ കൊടുത്തതിന് ശേഷം ആ ജീവിയിൽ ഒരുപാട് എഗ്സിനെ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് അതിനെ ഇൻസെമിനേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു എംബ്രിയോയുടെ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നോൺ സർജിക്കലായിട്ട് ആ അമ്മയുടെ എംബ്രിയോ യൂട്രസിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്തെടുത്തിട്ട് മറ്റമ്മ സറോഗേറ്റ് മദേഴ്സിലായിട്ട് വെച്ചു കൊടുത്ത് ഒരേ സമയം സുപ്പീരിയർ വെറൈറ്റി ഒരുപാട് ജീവികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ MOET മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. നിങ്ങൾ അതിൻ്റെ ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ആ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കൺട്രോൾഡ് ബ്രീഡിംഗ് ടെക്നിക്സും കഴിഞ്ഞു. നെക്സ്റ്റ് ബീ കീപ്പിംഗ്, ഫിഷറീസ് എല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്ലാന്റ് ബ്രീഡിംഗ്. ഈ പ്ലാന്റ് ബ്രീഡിംഗ് എന്താണെന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ ഡയറക്റ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല ചോദ്യ പേപ്പറുകളിൽ. ഇറ്റ് ഇസ് ദ മാനിപ്പുലേഷൻ, നമുക്ക് വേണ്ടി ഡിസയർ ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കാനുള്ള മാനിപ്പുലേഷൻ ഒരു ചെടിയിൽ ഉണ്ടാക്കിയിട്ട് പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുന്നതാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നൊരു പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ്? കൺവെൻഷണൽ പ്ലാന്റ് ബ്രീഡിങ്ങിൽ പ്രധാനമായിട്ടുമുള്ള സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഫ്ലോ ചാർട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിലാക്കാനോ അതല്ലെങ്കിൽ ആ ഫ്ലോ ചാർട്ട്
അതിൻ്റെ ഫ്ലോ ചാർട്ട് ഫില്ലപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നോ 3 മാർക്കിന് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാം. അതിൻ്റെ ആ മുകളിലുള്ള ഹെഡിങ്സ് മാത്രം പഠിച്ചാൽ തന്നെ അതിൻ്റെ ആൻസറായി. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, രണ്ടാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് പാരൻസ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്ടഡ് പാരൻസ്, നാലാമത്തെ സ്റ്റെപ്പ് selection and testing of the superior recombinants, and the last one എന്താണ് releasing commercializing testing and testing release and commercialization of the new cultivars. ഇങ്ങനെ പറയുന്ന അതിൻ്റെ ആ ഓരോ പാരഗ്രാഫിൻ്റെയും മുകളിലുള്ള ഹെഡിങ്സ് പഠിച്ചാൽ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് വളരെ 3 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയിലെ മറ്റ് ഇന്ത്യക്ക് പുറത്തുമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ വെറൈറ്റി ഓഫ് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ ഒക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീടുമായിട്ട് നമ്മുടെ പ്ലാൻ ബ്രീഡേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തതും വളരെ പ്രചാരത്തിൽ വന്നതുമായ ചില സസ്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് എക്സാമ്പിൾസ് ഒന്ന് വളരെ എല്ലാ ചോദ്യപേപ്പറുകളിലും ഒരു ചോദ്യമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഭാഗമാണ് വീറ്റ് ആൻഡ് റൈറ്റ് വെറൈറ്റി. വീറ്റ് വെറൈറ്റി സൊണാലിക ആൻഡ് കല്യാൺ സോണ. എപ്പോഴും വീറ്റും റൈസുമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സൊണാലികയും കല്യാൺ സോണയും വീറ്റ് വെറൈറ്റീസ് ആണ്. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പൈൻസിൽ ഡെവലപ്പ് ചെയ്ത IR8 എന്ന് പറയുന്ന റൈസ് വെറൈറ്റി, തായ്ചുങ് നേറ്റീവ് എന്ന് പറയുന്ന തായ്വാനിൽ റിലീസ് ചെയ്തിട്ടുള്ള റൈസ് വെറൈറ്റി ഉണ്ട്. ഇനി JR രത്നയൊക്കെ ഇന്ത്യയുടെ സ്വന്തം റൈസ് വെറൈറ്റികളാണ്. അപ്പോൾ ഇത് തന്നിട്ട് ഏതെങ്കിലും ഒരു റൈസ് വെറൈറ്റിയുടെ പേര് തന്നിട്ട് ഇത് റൈസ് ആണോ വീറ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചോദ്യം ഓൺവേർഡ് ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും ശ്രദ്ധിക്കുക. ഇനിയുള്ളത് ഷുഗർ കെയിനിൻ്റെ ഒരു ഭാഗമാണ്. ഷുഗർ കെയിൻ കോമൺലി സൗത്ത് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഷുഗർ കെയിനിൻ്റെ വെറൈറ്റീസ്. അവിടെ ഒരു സെക്കാരം ഒഫിഷ്യനാരം എന്ന് പറയുന്ന ഷുഗർ കെയിൻ സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷുഗർ കെയിൻ വെറൈറ്റിയാണ്. ഇനി എന്തിനൊക്കെയാണ് പ്ലാൻ ബ്രീഡിംഗ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ സാധാരണ പ്ലാൻ ബ്രീഡിങ്ങിൽ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിസീസ് റെസിസ്റ്റൻ്റ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെയാണ് സാധാരണ പ്ലാൻ ബ്രീഡിംഗ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്ലാൻ ബ്രീഡിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുക? ഒന്ന് കൺവെൻഷണൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനി ചില കേസിൽ ഡിസീസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിനെ ഒരു വൈൽഡ് വെറൈറ്റിക്കും ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ലാത്ത കേസിലാണെങ്കിൽ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു ടെക്നിക്ക്. അപ്പോൾ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിന് ഉദാഹരണമായിട്ട് മങ് ബീൻ എന്ന് പറയുന്ന ചെടിയിൽ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്ന അസുഖത്തിനെതിരായിട്ട് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴി, മ്യൂട്ടേഷൻ നിങ്ങൾക്കറിയാം സ്പോണ്ടേനിയസ് ആയിട്ട് ജനറ്റിക് സ്ട്രക്ചറിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നതാണ് മ്യൂട്ടേഷൻ. റേഡിയേഷൻസ് നൽകിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് പ്രൊവൈഡ് ചെയ്തിട്ടോ ആണ് സാധാരണ മ്യൂട്ടേഷൻ ഉണ്ടാക്കുക. അങ്ങനെ ഒരു ചെടിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടി ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന മെത്തേഡാണ് ദറ്റ് ഈസ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് പറയുന്നത്. മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെയും ഡിസീസ് റെസിസ്റ്റൻറ്റ് എക്സാമ്പിൾ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക മങ് ബീൻ ആണ്. ഇനിയുള്ള വൈൽഡ് വെറൈറ്റിയിൽ നിന്ന് ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് ഒരു മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. വൈൽഡ് വെറൈറ്റീസിൽ നിന്ന് ജീന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് വളരെ ടെക്സ്റ്റിൽ വളരെ ഒരു നല്ലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലേഡീസ് ഫിംഗർ അബെൽമോസ്കസ് എസ്കുലൻഡസ് എന്ന് പറയുന്ന ലേഡീസ് ഫിംഗറിനകത്ത് പർബാനി ക്രാന്തി എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി, അത് വൈൽഡ് വെറൈറ്റിയിൽ നിന്ന് ജീന് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഫിംഗർ ഡെവലപ്പ് ചെയ്തെടുത്താണ്. നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ഈ ഭാഗത്ത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കുറച്ച് കോമൺ നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നുള്ളത് അവരുടെ ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ ആ ഹൈബ്രിഡിൻ്റെ നെയിം, വെറൈറ്റിയുടെ നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് അവർ റെസിസ്റ്റ് ചെയ്യുന്ന ഡിസീസ്. ഇത് ആ ഒരു ടേബിൾ കുറച്ച് ഒന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ചൊന്ന് അത് പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. കാരണം അതിനകത്തുനിന്ന് അത് ഏതെങ്കിലും അതിൻ്റെ ഒരു വെറൈറ്റി നെയിം തന്നിട്ട് ഇത് ഏത് ചെടിയുടെ അല്ലെങ്കിൽ ഇത് ഏത് പ്ലാന്റിൻ്റെ
വെറൈറ്റിയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവിടെ ഒരു 2 ടേബിള് ആ ഭാഗത്തുണ്ട്. ഒന്ന് ഡിസീസ് റെസിസ്റ്റൻറ്റിൻ്റെയും ഒന്ന് പെസ്റ്റ് റെസിസ്റ്റൻറ്റിൻ്റെയും ഭാഗത്താണ്. ഈ 2 ടേബിളും ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് ഡിസീസ് റെസിസ്റ്റൻറ്റ് കഴിഞ്ഞു, നമ്മൾ പെസ്റ്റ് റെസിസ്റ്റൻറ്റിന് വേണ്ടിയാണ്. അവിടെയും പെസ്റ്റ് റെസിസ്റ്റൻറ്റിന് വേണ്ടി ചെടികൾ തന്നെ കാണിക്കുന്ന കുറച്ച് അഡാപ്റ്റേഷൻസ് പറയുന്നുണ്ട്. അവരുടെ സ്റ്റെമ്മിൻ്റെ കട്ടി കൂട്ടി വെക്കുക, സ്റ്റെമ്മിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുക, ചില ചെടികൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകത അവരുടെ നൈട്രജൻ കണ്ടന്റ് കുറയ്ക്കുക, ഹൈ അസ്പാർട്ടിക് ആസിഡ് ഉണ്ടാക്കുക. അതൊക്കെ ചില ചെടികൾ അവർ പെസ്റ്റിൽ നിന്ന് റെസിസ്റ്റീവ് ആവാനായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. അത്തരം അഡാപ്റ്റേഷൻസ് ഉള്ള ചെടികളെ കൺവെൻഷണൽ ടെക്നിക്കിലൂടെ ബ്രീഡ് ചെയ്തിട്ട് പുതിയ വെറൈറ്റീസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഇനി വരാവുന്ന ചോദ്യം ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ബയോഫോർട്ടിഫിക്കേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ഉൾപ്പെടെ ചോദ്യപേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ, എന്താണ് അവരുടെ ഇമ്പോർട്ടൻസ്? അതായത് ഓൾറെഡി ഇപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റ്സിനകത്ത് അവരുടെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു വൈറ്റമിനോ പ്രോട്ടീനോ ഫാറ്റോ ഓയിലോ ഒക്കെ കണ്ടന്റ് കൂട്ടുക, അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന രീതിയിൽ പുതിയ ചെടികളെ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ബയോഫോർട്ടിഫിക്കേഷൻ. വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹിയിലെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബയോഫോർട്ടിഫിക്കേഷൻ വഴി ഡെവലപ്പ് ചെയ്തെടുത്ത ചില വെജിറ്റബിൾസിന്റെ പേര് എഴുതാനാണ് എക്സാമ്പിൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ബിറ്റർ ഗോഡ്, പംകിൻ, അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് അവിടെ ഉണ്ട്. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിൾ ആണ് അറ്റ്ലസ് 66 എന്ന് പറയുന്ന വീറ്റ് വെറൈറ്റി. ദാറ്റ് ഇസ് very important and that is rich in protein. വീറ്റ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള വീറ്റ് വെറൈറ്റിയുടെ ഒരു എക്സാമ്പിൾ അവിടെ ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വി ആർ ഗോയിങ് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആണ് ആ ഭാഗത്ത് വരുന്ന. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ? നിങ്ങൾക്കറിയാം, വളരെ മൈക്രോബ്സിനെ ഉപയോഗിച്ച് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ്. മെത്തലോഫില്ലസ്, മെത്തലോട്രോപ്പസ്, സ്പൈറുലിനെയൊക്കെയാണ് പുസ്തകത്തിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സെൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ചോദിക്കുമ്പോൾ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മഷ്റൂം എക്സാമ്പിളായിട്ട് എഴുതാം. സിംഗിൾ സെൽ അല്ല എങ്കിൽ പോലും മഷ്റൂം സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ ഡെവലപ്പ് എങ്ങനെയാണത് കൾച്ചർ ചെയ്തെടുക്കുന്നതെന്ന് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. എക്സാമ്പിൾസും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് ചോദിക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ആ ചാപ്റ്ററിൽ ടിഷ്യൂ കൾച്ചറാണ്, മൈക്രോ പ്രൊപ്പഗേഷൻ. വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും വളരെ ചെറിയൊരു ഭാഗം ഉപയോഗിച്ച് ഒരുപാട് ക്ലോൺസിനെ, ഒരേ തരത്തിലുള്ള ഒരുപാട് ക്ലോൺസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ വിജയകരമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ. അവിടെ പ്രധാനമായിട്ടും ചോദ്യത്തിന് നമ്മുടെ ചോദ്യപേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തി ചോദിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വന്നിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലാന്റ് എന്താണ്, അപ്പോൾ ഏത് നമ്മൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ ആ പാർട്ട് ടിഷ്യൂ കൾച്ചറിന് വേണ്ടി എടുക്കുന്ന പ്ലാന്റ് പാർട്ട്, പിന്നെന്താണ് ടോട്ടി പൊട്ടൻസി എന്താണ്, അതായത് ഒരു ചെറിയ പോർഷൻ ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുക. അവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന മീഡിയക്കകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു കാർബൺ സോഴ്സ് വേണം, നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഓക്സിൻസ്, സൈറ്റോകൈനിൻസ് തുടങ്ങിയ ഹോർമോൺസ്, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു ന്യൂട്രിയൻ മീഡിയയാണ് ടിഷ്യൂ കൾച്ചറിന് വേണ്ടി വേണ്ടത്. അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് പല ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ സോമാക്ലോൺസ് എന്താണെന്ന് ചോദിക്കും. ഒരേപോലെയുള്ള വെജിറ്റേറ്റീവ് പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരേപോലുള്ള ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ സാധാരണ സോമാക്ലോൺസ് എന്ന് പറയാറുള്ളത്. ഇനി അവിടെ ആ ഭാഗത്ത് ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് ചോദിക്കാവുന്ന വളരെ രസകരമായൊരു ചോദ്യമാണ്, വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടിഷ്യൂ കൾച്ചറിൽ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടിഷ്യൂ കൾച്ചറിൽ
വൈറസ് ഫ്രീ ആയിട്ടുള്ളത് മെരിസ്റ്റം ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മെരിസ്റ്റം കൾച്ചർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിനെ കിട്ടും. അപ്പോൾ മറക്കണ്ട, മെരിസ്റ്റം കൾച്ചർ ചെയ്യുമ്പോഴാണ് വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ആ ഭാഗത്ത് ആ ചാപ്റ്ററിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്താണ്? എക്സാമ്പിൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ചോദിക്കാം. പൊമാറ്റോ ഒരു എക്സാമ്പിൾ ആണ്. ഐസൊലേറ്റ് ചെയ്ത രണ്ട് സാധാരണ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ ആണ്. ഐസൊലേറ്റ് ചെയ്ത രണ്ട് പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു ചെടി ഉണ്ടാക്കുകയാണ്. കമേഴ്ഷ്യലി വിജയിച്ചിട്ടില്ല എങ്കിലും പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പൊമാറ്റോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിന് എക്സാമ്പിളായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 3rd ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൺവെൻഷണൽ ബ്രീഡിംഗ് എന്താണെന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു പ്ലാന്റിനെ ബ്രീഡ് ചെയ്യാനായിട്ട് നോർമൽ കേസിൽ ഉപയോഗിച്ച് വരുന്ന ടെക്നിക്സിനാണ് കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക്സ്. അതാണ് നമ്മൾ ആ സ്റ്റെപ്സ് ഞാൻ നേരത്തെ ഫ്ലോ ചാർട്ട് പറഞ്ഞ സ്റ്റെപ്സ് ആണ്. ഞാൻ പറഞ്ഞു ആ പാരഗ്രാഫിൻ്റെ ഹെഡിങ്സ് എങ്കിലും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വേരിയബിലിറ്റി കളക്ട് ചെയ്യുക. അതായത് ഒരു ചെടി നമ്മൾ പുതിയൊരു ഹൈബ്രിഡൈസേഷനിലേക്ക് പോകുമ്പോൾ അതിനു മുന്നേ ആ ചെടികൾക്ക് നമുക്ക് കിട്ടാവുന്ന വൈൽഡ് വെറൈറ്റീസ് എല്ലാം കളക്ട് ചെയ്യുക. അത്തരത്തിൽ കളക്ട് ചെയ്യുന്ന വൈൽഡ് വെറൈറ്റീസിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള രണ്ട് ചെടികളെ, ഒന്നിനെ മെയിലായിട്ട് അതർ ഫീമെയിലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത്തരത്തിൽ സെലക്ട് ചെയ്യുന്നതിനെ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അവിടെ ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സുപ്പീരിയർ റീകോമ്പിനേഷൻ കാണിക്കുന്നതിനെ സെലക്ട് ചെയ്യുന്നു. ആ സുപ്പീരിയർ റീകോമ്പിനൻസിനെ വീണ്ടും നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി അവരെ പ്യുവർ ആണ് എന്ന് അവരുടെ റിസൾട്ട് നമുക്ക് ഡിസയർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നു എന്നുള്ളത് വരെ ടെസ്റ്റ് ചെയ്യുന്നു. അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ആ കോമ്പിനേഷനുള്ള ഗ്രൂപ്പിനെ റിലീസ് ചെയ്യുന്നു, പുതിയൊരു പേരിട്ട് റിലീസ് ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഹെഡിങ്സിനകത്ത് വരുന്നത്. ആ ഹെഡിങ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺവെൻഷണൽ ബ്രീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. So that is all about the 3rd chapter, and now we can pass on to the 4th chapter, that is biotechnology. വളരെ പുതുമയുള്ളൊരു പാഠഭാഗമാണ്. ബയോടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം 4 മാർക്കാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിനെല്ലാം 4 മാർക്ക് വീതമാണ് ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ 2 മാർക്ക്, പിന്നുള്ളത് 5 മാർക്ക്, അത് കഴിഞ്ഞ് 3 മാർക്ക്. ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം 4 മാർക്ക് വീതമാണ് ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, തുടക്കത്തിൽ തന്നെ ബയോടെക്നോളജിയുടെ പ്രധാനമായ 2 മേഖലകൾ പറയുന്നുണ്ട്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നും മറ്റും ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. ജനറ്റിക് എഞ്ചിനീയറിംഗ് ദാറ്റ് ഇസ് മാനിപ്പുലേഷൻ ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ ആ ജീവിക്ക് അതിന് വളരാൻ അനുയോജ്യമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലും കൂടെയാണ് ഈ പ്രോസസ്സ്. എന്നാലാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ബയോ പ്രോസസ് ടെക്നോളജിയും കൂടെ ചേരുന്നത്. ഇനി ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ടൊരു റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുത്തത് ബോയർ ആൻഡ് കൊഹൻ. അവർ രണ്ടുപേരും ചെയ്ത ഒരു സാൽമണല്ല ടൈഫിമ്യൂറിയത്തിനകത്ത് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ച ടൂൾസ് അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്, ബയോടെക്നോളജിയുടെ സ്റ്റെപ്സ് നമുക്ക് ആദ്യം അറിയാം. ഐസൊലേറ്റ് ചെയ്തെടുക്കുക, നമുക്ക് വേണ്ട ഡിസയേർഡ് ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഏത് ജീവിയിലാണോ ഡിസയേർഡ് ജീൻ ഉള്ളത് ആ ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഐസൊലേറ്റ് ചെയ്ത ജീനിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, അതിനെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റണം. ആ എടുത്തു കിട്ടിയ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസയേർഡ് ജീനിനെ മാത്രം നമുക്ക് കിട്ടണം. അതിനെ ഒരു വെക്ടർ വഴി പുതിയൊരു ഹോസ്റ്റ് ജീവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ ജീവിയെ ആവശ്യാനുസരണം വളരാൻ അനുവദിക്കുകയും
അങ്ങനെ വളർത്തിയതിന് ശേഷം അതിനകത്തുനിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയുമാണ് ശരിക്കും നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കടന്ന് പോകുന്നത്. അപ്പോൾ എന്താണ് റീകോമ്പിനൻറ്റ് ടെക്നോളജിക്ക് അത്യാവശ്യം വേണ്ട ടൂൾസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു ജീനിനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. DNA ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാനുള്ള മോളിക്കുലർ സിസേഴ്സ് അവൈലബിൾ ആവണം. മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസും റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസും 2 കാറ്റഗറിയിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈമുകളാണുള്ളത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. എക്സോന്യൂക്ലിയേസുകൾ സാധാരണ നമ്മൾ ബയോടെക്നോളജിക്കൽ വർക്കുകൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എൻഡോന്യൂക്ലിയേസുകൾ തന്നെയാണ് നമ്മൾ ബയോടെക്നോളജിക്കൽ വർക്ക്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളെയാണ് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം അവിടെ നിന്നുണ്ടാവാം. ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ ആദ്യമായി ഡിസ്കവർ ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഏതാണ്? പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് HIND2 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് ആദ്യമായിട്ട് നമ്മൾ ചോദ്യപേപ്പറുകളിൽ കണ്ടുവരുന്ന ചോദ്യമാണത്. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് പേരിടുന്ന രീതി എങ്ങനെയാണ്? നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. EcoR1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ എക്സാമ്പിൾ വെച്ചിട്ട് പുസ്തകത്തിൽ അതിൻ്റെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ EcoR1, ദാറ്റ് ഈസ് അതിലെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ആദ്യത്തെ E. ഏത് ബാക്ടീരിയയിൽ നിന്നോ, എസ്ചെറിഷ്യ കോളി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ജീനസ് നെയിമിൻ്റെ ആദ്യത്തെ അക്ഷരമായ E, ക്യാപിറ്റൽ ലെറ്ററിൽ ഈ എൻസൈമിന് പേരിടുമ്പോൾ ആദ്യത്തെ ലെറ്റർ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം കോളി എന്ന് പറയുന്ന സ്പീഷീസ് നെയിം, ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിമിൻ്റെ 2 അക്ഷരങ്ങളാണ്. പിന്നീട് വരുന്ന EcoR1, ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R ഡിനോട്ട് ചെയ്യുന്നത് ഏത് സ്ട്രെയിനിൽ നിന്നാണ്, ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ്. ഇനിയുള്ള റോമൻ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് എത്രാമതാണ് അതിൽ നിന്ന് അത് ഐസൊലേറ്റ് ചെയ്തതെന്നാണ്. അങ്ങനെ അതിൻ്റെ ഒരു നോമൻക്ലേച്ചറിന് ഒരു റൂളുണ്ട്. ആ റൂള് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഭാഗം വളരെ ശ്രദ്ധിക്കുക, പ്രത്യേകം ഓർക്കാൻ ശ്രമിക്കണം. ഇനിയുള്ളത്, ഇതിനൊരു എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് ഒരു റെക്കഗ്നേഷൻ സൈറ്റ് ഉണ്ട്. ഏതാണ് ആ റെക്കഗ്നേഷൻ സൈറ്റ്? മിക്കവാറും റെസ്ട്രിക്ഷൻ DNA സീക്വൻസിലെ പാലിൻഡ്രോം സീക്വൻസുകളായിരിക്കും റെക്കഗ്നേഷൻ സൈറ്റുകളായിട്ട് പറയാറുള്ളത്. പാലിൻഡ്രോം സീക്വൻസസ് പറയുമ്പോൾ എന്താണ് പാലിൻഡ്രോം സീക്വൻസ്? വളരെ രസകരമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മലയാളം എന്ന് നമ്മൾ എഴുതി ഉദാഹരണത്തോടുകൂടി നമ്മൾ ഏത് ഡയറക്ഷനിൽ വായിച്ചാലും, റൈറ്റ് സൈഡിൽ നിന്ന് വായിച്ചാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വായിച്ചാലും ഒരേ ആൽഫബറ്റ്സ് കിട്ടുന്ന ഇംഗ്ലീഷ് പദങ്ങളെയാണ് നമ്മൾ പാലിൻഡ്രോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. പാലിൻഡ്രോം സീക്വൻസ് നിങ്ങൾ ഒരിക്കലും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ധാരണയിൽ പോകരുത്. അതെപ്പോഴും DNA-യുടെ 2 സ്ട്രാൻഡും വരച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പുസ്തകത്തിൽ അതിൻ്റെ ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഡയഗ്രാം വെച്ച് വരയ്ക്കുക. GAATTC എന്ന് പറയുന്ന ഒരു ഓർഡർ, അങ്ങനെ ഒരു 6 ബേസ് പെയേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് DNA-യുടെ ഒരു സ്ട്രാൻഡിൽ 5' എൻഡിൽ നിന്ന് 3' എൻഡിലേക്കും, മറ്റേ സ്ട്രാൻഡിൻ്റെ, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ 3' എൻഡിൽ നിന്ന് 5' എൻഡിലേക്കും വായിക്കുമ്പോൾ ഒരേപോലെയുള്ള ബേസ് പെയേഴ്സ് വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇവിടെ എന്ത് പറയുക? പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത്. അത്തരം പാലിൻഡ്രോം സീക്വൻസുകൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും ഉണ്ടാവും. അതാണ് അവരുടെ റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാലിൻഡ്രോം സീക്വൻസ് എന്താണ്, റെക്കഗ്നേഷൻ സൈറ്റ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. DNA ലിഗേസ് ഒട്ടിച്ച് ചേർക്കാനായിട്ട്, ഗ്ലൂ ആയിട്ട്, ഒന്ന് മോളിക്കുലർ സിസേഴ്സ് ആണെങ്കിൽ മറ്റൊന്ന് മോളിക്കുലർ ഗ്ലൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
എൻസൈമാണ് ലിഗേസ്. അതൊരു ടൂളാണ്. ഇനി നമ്മൾ വരുന്നത്, അപ്പോൾ അവിടെ 2 ചിത്രങ്ങളുണ്ട് ആ ഭാഗത്ത്. പുസ്തകത്തിൽ 2 ചിത്രങ്ങൾ എന്താണ് DNA ടെക്നോളജി അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് വിശദമാക്കുന്നത്. ആ ഒരു എന്താണ് ഡിസൈർഡ് DNA കട്ട് ചെയ്തെടുത്ത DNA ഒരു പ്ലാസ്മിഡിൽ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് പ്ലാസ്മിഡിൽ കട്ടുണ്ടാക്കുന്നു. ആ പ്ലാസ്മിഡിലേക്ക് ലിഗേസ് ഉപയോഗിച്ച് അതിനെ ലിഗേറ്റ് ചെയ്യുന്നു. ആ ലിഗേറ്റ് ചെയ്തതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഹോസ്റ്റ് ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന വളരെ വിശദമാക്കുന്ന ആ DNA ടെക്നോളജിയുടെ എല്ലാ സ്റ്റെപ്സും വിശദമാക്കുന്ന ഒരു ഡയഗ്രാം ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഭാഗത്തുണ്ട്. ആ ഡയഗ്രത്തിൻ്റെ ഏത് പാർട്ട് വേണമെങ്കിലും മിസ്സാക്കിയിട്ട് നിങ്ങൾക്കത് പരീക്ഷാ ചോദ്യ പേപ്പറിൽ കാണാം. അത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇനിയുള്ളത് ഡിസൈർഡ് DNA ഫ്രാഗ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ഏത് DNAയുടെ പാർട്ടാണ് നമ്മൾക്ക് തിരിച്ചെടുക്കേണ്ടത് അതിനെ ഐസൊലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് നമ്മളത് ചെയ്യുക. ആ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചതാണ്. അഗറോസ് ജെൽ അവിടെ ഉപയോഗിക്കുന്ന ജെല്ല് അഗറോസ് ജെല്ലാണ്. അവിടെ പ്രധാനമായിട്ടും ചോദ്യത്തിൽ വരാവുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ജെൽ എന്താണ്. ആ ജെല്ലിനോടൊപ്പം നമുക്ക് DNA അൾട്രാ വയലറ്റ് റേസിൽ വിസിബിൾ ആയി കാണാൻ നമ്മളൊരു ഡൈ ഉപയോഗിക്കാറുണ്ട്. ആ ഡൈയുടെ പേരെന്ത്? ഡൈ എത്തീഡിയം ബ്രോമൈഡ് ആണ്. അത്തരത്തിൽ എത്തീഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചിട്ട് അൾട്രാ വയലറ്റ് റേസിൽ നമ്മൾ വെക്കുമ്പോഴാണ് ജെല്ലിന് നമുക്ക് ആ DNA കാണാൻ പറ്റുന്നത്. ഇനി ജെൽ ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആ ഗ്രോസ് ജെല്ലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനകത്ത് നമ്മൾ വെല്ലിനകത്ത് DNA അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ DNA നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ DNAയുടെ ഒരു മൈഗ്രേഷൻ പോസിറ്റീവ് ഇതിലേക്ക് ഇലക്ട്രോഡിലേക്കുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാവും. അപ്പോൾ വലിയ ഫ്രാഗ്മെന്റ്സ് പതിയെ മൈഗ്രേറ്റ് ചെയ്യുകയും ചെറിയ ഫ്രാഗ്മെന്റ്സ് സ്പീഡിൽ മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ജെൽ പീസിനെ നമ്മൾ അൾട്രാ വയലറ്റ് റേസിന് അടിയിൽ വെച്ച് നോക്കുമ്പോൾ എത്തീഡിയം ബ്രോമൈഡ് ഡൈ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ DNAയുടെ ബാൻഡ്സ് എല്ലാം ഓറഞ്ച് കളറിൽ വിസിബിൾ ആകും. ആ ഓറഞ്ച് കളറിൽ വിസിബിൾ ആകുന്നതിൽ നമ്മുടെ മോളിക്കുലർ വെയിറ്റിനനുസരിച്ചിട്ടുള്ള DNA ഏത് ഭാഗത്ത് വരുന്നോ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എലൂഷൻ എന്ന് പറയുക. ആ ഭാഗം കട്ട് ചെയ്ത് അതിനകത്ത് നിന്ന് DNA മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് എലൂഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഉള്ളത്. അപ്പോൾ DNA-യുടെ 2 ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബയോടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ഒരു വെക്ടർ നിങ്ങൾക്കറിയാം, ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ഒരു സാധനം കൊടുക്കാൻ നമ്മൾ സാധാരണ കൊതുകാണ് നമ്മുടെ ഒരു വെക്ടറായിട്ട് നമുക്ക് പരിചയമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ DNA പ്ലാസ്മിഡുകൾ പ്ലാസ്മിഡ് എന്താണെന്ന് ഒന്നാം വർഷത്തിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ്. ബാക്ടീരിയക്കകത്ത് കാണുന്ന സർക്കുലർ DNAകളാണ്, എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള സർക്കുലർ DNAകളാണ് പ്ലാസ്മിഡുകൾ. അപ്പോൾ പ്ലാസ്മിഡുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടേഴ്സ്. ഇത്തരം വെക്ടേഴ്സിന്റെ ഒരു വെക്ടറിന് വേണ്ട പ്രധാനപ്പെട്ട 3 ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് അവിടെ വിശദമാക്കുന്നുണ്ട്. ഒന്ന് ORI, ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. മറ്റൊന്ന് സെലക്റ്റബിൾ മാർക്കേഴ്സ്. പിന്നൊന്ന് ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കേഴ്സും വളരെ അത്യാവശ്യമായിട്ട് ക്ലോണിംഗ് വെക്ടേഴ്സിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഫാക്ടേഴ്സാണ്. എന്താണ് അപ്പം നമ്മുടെ ചിത്രത്തിൽ വളരെ വിശദമായിട്ട് PBR 322 എന്ന് പറയുന്ന പ്ലാസ്മിഡിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ വളരെ വിശദമായിട്ട് അതിനകത്ത് എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡാണ്. ദറ്റ് ഈസ് അതിൻ്റെ PBR 322 എന്ന് പറയുന്ന പ്ലാസ്മിഡാണ്. അവിടെ റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്കുള്ള സ്പെസിഫിക് സൈറ്റുകൾ, അതായത് ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ ഒന്ന് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, മറ്റൊന്ന് റെക്കഗ്നേഷൻ സൈറ്റ് വേണം എന്നുള്ളതാണ്. ഓരോ എൻസൈമിനും ഒരു സ്പെഷ്യൽ റെക്കഗ്നേഷൻ സൈറ്റ് വേണം എന്നുള്ളതാണ്. പിന്നുള്ളത് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും സൈറ്റും സെലക്റ്റബിൾ മാർക്കേഴ്സും ഉണ്ടായിരിക്കണം. ഇവിടെ സെലക്റ്റബിൾ മാർക്കറായിട്ട് PBR 322 പറയുന്നത് ടെട്രാസൈക്ലിൻ ആംബിസിലിൻ 2 ആൻറ്റിബയോട്ടിക്കുകളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ജീനുകളാണ്.
ആ ജീനുകളുള്ള ഭാഗമാണ് സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ടുള്ളത്. പിന്നുള്ളത് ORI. അതിനൊപ്പം തന്നെ ROP എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഡയഗ്രത്തിനോട് ചേർന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ROP എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതായത് ഈ DNA മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്ലാസ്മിഡിന് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. അതിന് സഹായിക്കുന്ന പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്ന ജീനാണ് ROP. ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പ്ലനേഷൻ ഭാഗത്തൊന്നും അത് പറയുന്നില്ലെങ്കിലും ഡയഗ്രാമിന്റെ ഭാഗത്ത് അത് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ് ROP എന്നുള്ളത്. അത് ശ്രദ്ധിക്കുക. പിന്നുള്ളത് സെലക്ടബിൾ മാർക്കേഴ്സ് എന്തിനു വേണ്ടിയാണ്? ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മളത് പറയുകയാണെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ BAMH1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാനുള്ളൊരു സൈറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്ലാസ്മിഡിനെ BAMH1 കൊണ്ട് കട്ട് ചെയ്യുകയും അവിടെ ഒരു പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഈ പ്ലാസ്മിഡിനെ മറ്റൊരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്റ്റ് ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാകും. അങ്ങനെ ടെട്രാസൈക്ലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ അത്തരത്തിൽ ആ ജീവി ട്രാൻസ്ഫോംഡ് ആണോ നോൺ ട്രാൻസ്ഫോംഡ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം എന്തിനാണ് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സെലക്ടബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെലക്ടബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ടയർസം മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡും പറയുന്നുണ്ട്, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അതായത് കളർ ഗീവിങ് ഒരു പ്ലാസ്മിഡിൽ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കോഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ട്. ആ ജീനിന്റെ ഭാഗം, ആ ജീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കോളനിക്ക്, അത് വളരുമ്പോൾ ആ കോളനിക്ക് ഒരു ബ്ലൂ കളർ കൊടുക്കാനായിട്ട് ആ ജീനിന് കഴിയും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കട്ടുണ്ടാക്കി പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് അത്തരം കഴിവ് നഷ്ടപ്പെട്ടിരിക്കും. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇതൊക്കെ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ്, ഇനി അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ പറയുന്നത് ഈ പാഠത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. അടുത്തത് അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്താണ്? പ്ലാന്റ് സെൽസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയ്ക്ക് ടൈപ്പ് പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡ് ഉണ്ട്. സോ ബൈ ഇൻട്രൊഡ്യൂസിങ് ദിസ് ടൈപ്പ് പ്ലാസ്മിഡ് വി ക്യാൻ കോസ് ട്യൂമർ പോലെ സെൽസിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ അതിന് കഴിയുന്നത് കൊണ്ട് തന്നെ ഒരു ഫോറിൻ ജീനിനെ മറ്റൊരു പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസിനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെയേറെ കേൾക്കുന്ന കൊറോണ ഉൾപ്പെടുന്ന വൈറസുകളുടെ ഗ്രൂപ്പിൽപ്പെട്ട റിട്രോ വൈറസുകളെ ഉപയോഗിച്ച് അനിമൽ സെല്ലിലേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് ഹോസ്റ്റ് കോമ്പീറ്റൻ്റ് ആക്കുന്ന മെത്തേഡ്സ് ആണ്. ഹോസ്റ്റ് കോമ്പീറ്റൻ്റ് ആക്കാനായിട്ട് ഒരു ബാക്ടീരിയൽ സെല്ല് ഒരു ഹോസ്റ്റിനെ അല്ലെങ്കിൽ ഒരു വെക്ടറിനെ റിസീവ് ചെയ്യാൻ എങ്ങനെയാണ് കോമ്പീറ്റ് ആക്കുക എന്നുള്ളതാണ് പരീക്ഷയ്ക്ക്. ആ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കോമ്പീറ്റൻ്റ് ആക്കാനായിട്ട് ബാക്ടീരിയൽ സെല്ലിനെ ആദ്യം നമ്മൾ ഒരു ബൈവാലൻ്റ് അയോൺ, കാൽഷ്യം അയോണിൽ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പോർസ് എല്ലാം ഓപ്പൺ ആയിട്ട് ഒരു പ്ലാസ്മിഡിനെ റിസീവ് ചെയ്യാൻ അത് തയ്യാറാകും. അത്തരത്തിൽ തയ്യാറായിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിനെ നമ്മുടെ ഡിസേർഡ് പ്ലാസ്മിഡുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ചൂട് കൊടുക്കുകയും ഒരു 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൊടുക്കുകയും വളരെ പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്ത് ഹീറ്റ് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ട്രീറ്റ്മെന്റിലൂടെ DNA കോമ്പീറ്റൻ്റ് ആക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മൈക്രോ ഇഞ്ചക്ഷൻ വഴി പറ്റും. ആനിമൽ സെല്ലിലാണെങ്കിൽ ആനിമൽ സെൽസിൽ മൈക്രോ ഇഞ്ചക്ഷൻ വഴിയും പ്ലാന്റ് സെൽസിലാണെങ്കിൽ ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ ഉപയോഗിച്ചുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇപ്പോൾ വളരെ നിങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്ന കാര്യമാണ്. വളരെ ചെറിയൊരു DNA ഭാഗത്തിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. 3 സ്റ്റെപ്പുകളാണ് അതിനുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡീനാച്ചുറേഷൻ ആണ്. 2 DNA സ്ട്രാൻഡിനിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ അല്ലെങ്കിൽ വിട്ടുകളയുന്നതാണ് ഇത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനീലിംഗ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. ഈ സ്റ്റെപ്പുകളും ആ ചിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പരീക്ഷയ്ക്ക് പല വിധത്തിൽ അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് ഏതാണ്? DNA പോളിമറൈസ് ടാക് പോളിമറൈസ്
പോളിമറൈസ് തെർമസ് അക്വാറ്റിക്സ് എന്ന് പറയുന്ന ഹോട്ട് സ്പ്രിങ്സിൽ വളരെ അതിതീവ്ര ചൂടിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയക്കകത്ത് നിന്ന് എടുക്കുന്ന ബാക്ടീരിയയായ തെർമസ് അക്വാറ്റിക്സിൽ നിന്ന് എടുക്കുന്ന ടാക് പോളിമറൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ PCR ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. കാരണം PCR നമ്മൾ കുറേയേറെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഏകദേശം 90 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് പോകും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ അനീലിംഗ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും അതും ഒരു 50-60 ഡിഗ്രി സെൽഷ്യസിലേക്കും, എക്സ്റ്റൻഷൻ സ്റ്റെപ്പിലേക്ക് അത് വീണ്ടും ഒരു 70-75 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ PCR. ഒരു സൈക്കിൾ ഏകദേശം 30 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1 ബില്യൺ കോപ്പി നമ്മുടെ ഡിസൈർഡ് GNAയുടെ ഏകദേശം 1 ബില്യൺ കോപ്പി ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് PCR. അപ്പോൾ PCRന്റെ സ്റ്റെപ്സും ഓർത്തു വെക്കുക. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാഗിങ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബാഗിങ് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്, ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബാഗിങ് എന്ന് പറയുന്ന ടെക്നിക്കിലേക്ക് പോകുന്നത്. ഒരു ബൈസെക്ഷൽ ഒരു ഫ്ലവറിനെ നമ്മൾ ഫീമെയിൽ ഫ്ലവറായിട്ട് ഹൈബ്രിഡൈസേഷന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോളൻ ഗ്രെയിൻ മാത്രമേ അതിൽ വീഴാവൂ. മറ്റു പുറമേ നിന്നുള്ള ഒരു പോളൻ ഗ്രെയിനും അത് വീഴാൻ പാടില്ല. ഈ നിൽക്കുന്ന ചെടി ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഇന്ന പോളൻ ഗ്രെയിൻ നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ മാത്രമേ അതിൽ വീഴാവൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഡിസൈർഡ് ജീനിനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആ ചെടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു തരത്തിലുള്ള പോളനും അതിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പോളിത്തീൻ ബാഗ് കൊണ്ട് അതിനെ കവർ ചെയ്ത് വെക്കും. ഇതാണ് പ്രോസസ് ബാഗിങ്. അപ്പം എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പോളനും അതിൽ വീഴാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ദെൻ സൂപ്പർ ഓവുലേഷൻ ഹോർമോണിൻ്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. FSH എന്ന് പറയുന്നുണ്ട്, സുവോളജിയിൽ നിങ്ങളത് പഠിക്കുന്നുണ്ട്. FSH എന്ന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. പേര് പഠിച്ചു വെച്ചോളൂ, വളരെ ചെറിയൊരു പേരല്ലേ, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മിനറൽ കണ്ടൻറ്റ്, വൈറ്റമിൻ കണ്ടൻറ്റ് ഒക്കെ ഓരോന്നിൻ്റെയും കണ്ടൻറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ബയോഫോർട്ടിഫിക്കേഷൻ്റെ ലക്ഷ്യം. വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആ ഭാഗം. സിംഗിൾ സെൽ പ്രോട്ടീനും അതെ. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്തിനു വേണ്ടിയാണ്? വളരെ കുറഞ്ഞ അളവിൽ, വളരെ പെട്ടെന്ന്, ടൈം സ്പാൻ വളരെ കുറഞ്ഞ സമയത്ത് കൊണ്ട് ഒരുപാട് കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ഫുഡ് കണ്ടന്റിൽ ഉൾപ്പെടുത്താനും അത് വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് 4 ചാപ്റ്ററിലേക്കൂടെ കടന്നു പോകാനേ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും വരുന്ന പരീക്ഷ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ എഴുതും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നിർത്തുകയാണ്. താങ്ക് യു.